എന്നോട് പറയാറുള്ള എന്താണെന്നറിയാമോ, നിന്നെ കെട്ടുന്നവന്റെ നിന്നെ കെട്ടുന്നവന്റെ കാര്യം അതോ 24 മണിക്കൂർ അതാ പറയുന്നത്. ഈ വരുന്ന നവംബർ 24, 25 ദിവസങ്ങളിലാണ് അനുമോളുടെയും ജീവന്റെയും കല്യാണം. പ്രേമിക്കാൻ പറ്റിയ പെണ്ണൊക്കെ തന്നെ കേട്ടോ. ആണല്ലേ? എന്താ പറഞ്ഞ ഞാൻ എന്റെ കാര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞു അല്ലാത്ത കാര്യം പറഞ്ഞു. പ്രേമിക്കാൻ പറ്റിയ ആളൊക്കെ തന്നെയാണ്. പറഞ്ഞു എങ്ങോട്ട് പോകുന്നത്? അല്ല ഞാനൊന്ന് പറയട്ടെ. റീലിനകത്ത് എല്ലാം കൂടെ അനുമോളാണ്. ഞാൻ വേറെ അല്ലാതെ കണ്ടിട്ടില്ല. ഞാൻ സമ്മതിക്കത്തില്ല ചെയ്യാനൊന്നും. അതെന്താ ജീവന് ഇപ്പൊ നാളെ വേറൊരു പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, അപ്പം പ്രണയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കല്യാണം എന്ത് ഞാൻ കല്യാണം കഴിച്ചിട്ട് നീ കഴിച്ചാൽ മതി. കള്ളി പെണ്ണെ അങ്ങനെ ഇപ്പൊ കെട്ടണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളൊരു 11-12 മണിക്കൊക്കെ ഷൂട്ട് കഴിഞ്ഞാലും വിടത്തില്ല, പിടിച്ചിരുത്തിക്കും. കാരണം ഒരു വണ്ടിയേ ഉള്ളൂ, നഷ്ടമല്ലേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടാനായിട്ട്. നമ്മളിപ്പോ വന്ന ആർട്ടിസ്റ്റ് അല്ലേ, സീനിയർ ആർട്ടിസ്റ്റ് അല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ വിഷമം മാറാൻ വേണ്ടി അമ്പലങ്ങളിൽ പോകും. രാവിലെ 2 മണിക്കൊക്കെ എണീറ്റ്. അപ്പൊ ഞാൻ പിന്നെ ഇപ്പോഴൊക്കെ ഇരുന്ന് ആലോചിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇത് ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ആലോചിക്കുമ്പോഴാണ്, അയാൾ അന്ന് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് വളരെ ആ ഒരു രീതിയിലാണ് പുള്ളി ചെയ്തത്. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് സുന്ദരി നീയും സുന്ദരൻ ഞാനുവിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന സുന്ദരന് സുന്ദരിയൊക്കെ ആരാണെന്ന് നിങ്ങൾ തന്നെ കണ്ടോളൂ. ജീവനും അനുമോളും ആണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നല്ലോ? നല്ല സുന്ദരിയായിട്ടിരിക്കണോ? നല്ല സുന്ദരനായിട്ടിരിക്കുന്നു. ചേച്ചി സുന്ദരിയായിട്ടിരിക്കുന്നു. അപ്പൊ സുന്ദരികളും ഒരു സുന്ദരൻ എന്ന് പറയാല്ലേ? സുന്ദരൻ അവൻ സുന്ദരനാണല്ലോ. സുന്ദരൻ എന്താ കുഴപ്പം? എന്താനും അങ്ങനെ പറയാൻ കാരണം? ചുമ്മാ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അതുകൊണ്ടാ. അല്ല, എനിക്ക് ഇങ്ങനെ താടിയൊക്കെ വെച്ചിട്ട് ജീവന്റെ കുറെ ഇപ്പൊ ഈടെയൊക്കെ ഓരോന്നൊക്കെ കാണുമ്പോഴേക്ക് ഞാനിക്കങ്ങ് ഞെട്ടല. കാരണം ഇന്നും എന്റെ വീട്ടിൽ എന്റെ മോൾ എപ്പോഴും മൈബോസ് ഭയങ്കര ഇഷ്ടം ആൾക്കാർ. അപ്പൊ അതവൾ ഇടയ്ക്കിടയ്ക്ക് ഇടും. അപ്പൊ എന്റെ മനസ്സിൽ ജീവൻ എന്നും ആ ചെറുപ്പത്തിൽ അവൻ ഈ താടി മിഷി എടുത്ത് അത് തന്നെ ചേച്ചി. ആണോ? കയ്യിലിരിപ്പ് എങ്ങനെയാ? അനുവിന്റെ അറിയുള്ളൂ. കയ്യിലിരിപ്പ് അതുപോലെ ഒന്നുമല്ല, ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ള ഒരാളാണ്. ഓ ആണ്. അപ്പൊ അതിൽ നിന്നും കുറെ ഇതായി. അന്ന് എന്തൊരു മെച്യൂരിറ്റി ആയിരുന്നു. ദിലീപേട്ടനെ ഇട്ട് വറുത്ത് പൊരിക്കണ്ടായിരുന്നല്ലോ. ഈ മുഖത്തേക്ക് ഇങ്ങനെ നോക്ക്. ഈ താടിയൊക്കെ വന്നപ്പോഴേ പെട്ടെന്ന് വേറെ ഇത്രയും വലിയ ചെക്കനായോ, ഇത്രയും ഇയേഴ്സ് ആയോ എന്നൊക്കെ അങ്ങനെ ഒരു ആർക്കും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അത് അല്ല, മിക്ക ആൾക്കാരും ഇപ്പൊ കാണുമ്പോഴും അത് തന്നെയാണ് പറയുന്നത്. പണ്ടത്തെ ഒരു ലുക്ക് പെട്ടെന്ന് പറയൂല ഈ ഒരു ഇത് താടി മിശ ഇത് വന്നോണ്ടും കൂടി അത്രയും. പിന്നെ പെട്ടെന്ന് മനസ്സിലാവാൻ പാടാ. ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും, അതാണോ ഇത് എന്നൊക്കെ ചോദിക്കാം. ശരിക്കും എന്നാലേ ഉള്ളു. അല്ലാതെ പെട്ടെന്ന് ആ കുട്ടി തന്നെയാണ് ഇതൊന്നും പെട്ടെന്ന് ആർക്കും ഒന്നും ഒരു ഇത് വരില്ല. പിന്നെ ഇപ്പൊ വലിയ ഫ്രെയിമും ഇതൊക്കെ കൂടെ വെച്ചപ്പോഴത്തേക്ക് ഒന്നും ഇതാവുന്നില്ല. അതൊക്കെ പോട്ടെ. കഴിഞ്ഞ കൊല്ലം മുതൽ കേട്ടോണ്ടിരിക്കുന്ന ന്യൂസാണ്. ഇപ്പോഴും ഈ പ്രാവശ്യത്തെ വീണ്ടും ഓണം എത്തുകയാണ്. ഇപ്പോഴും കേട്ടോണ്ടിരിക്കണു അനു ജീവനും ഒന്നിക്കുന്നു. നിജം സത്യം എന്താണെന്നൊന്ന് അറിഞ്ഞാൽ നമുക്ക് അവിടെ ശരിക്കും നിങ്ങളുടെ കല്യാണം തീരുമാനിച്ചോ? നമ്മുടെ ഇവിടെ എല്ലാരും പറയണ്ടേ നിങ്ങളൊരു ഇപ്പൊ ഫിക്സ് ചെയ്തു, എല്ലാം ആയി. ഫിക്സ് ചെയ്തതില്ല പിന്നെ ആരുമായിട്ടോ? ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ജീവൻ. ഇപ്പം ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ. മെയിലിൽ നോക്കുകയാണെങ്കിൽ, ഗേൾസ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ബോയ്സിന്റെ സൈഡിൽ ഇവൻ മാത്രമേ ഉള്ളൂ. അപ്പം റീല് ചെയ്യുന്നതാണെങ്കിലും ഫോട്ടോഷൂട്ട് ചെയ്യണമെങ്കിലും എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഞാനും ജീവനും ഒരുമിച്ചൊക്കെ. അപ്പം അങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായി അങ്ങനെ ചിന്തിക്കുമല്ലോ എല്ലാവരും. അങ്ങനെ ചിന്തിച്ചാണ് ഓരോന്ന് ഇറക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് എല്ലാരും പറയുന്നത് അതിപ്പോ നിങ്ങൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്തൊരു കഥ ഉണ്ടാക്കണതാണ്. ശരിക്കും ഒരു ദിവസം നമ്മളൊരു സുപ്രഭാതത്തിൽ അനു ജീവനും തമ്മിലുള്ള കല്യാണം തീരുമാനിച്ചു, ഇന്ന ദിവസം കല്യാണം തുടങ്ങിയ സമയം തൊട്ട് ഞാൻ സഹിച്ചോണ്ടിരിക്കുകയാണ്. എന്താടാ മോശമായി പോയി. അങ്ങനെയല്ലല്ലോ ഇപ്പോഴും പറഞ്ഞതല്ലേ ജീവൻ? അങ്ങനെ നമ്മള് നല്ല ഫ്രണ്ട്സ് ആണ്. അങ്ങനെ എനിക്കങ്ങനെ
എനിക്ക് ഈ അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അല്ല അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ബെസ്റ്റ് ഫ്രണ്ട് മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിലൊരു മെമ്പർ പോലെയാണ് ജീവൻ. പിന്നെ കിട്ടിയ കല്യാണം കഴിച്ചു അങ്ങനെ ഒരാളെ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറ്റുമോ? പിന്നെ നല്ല ഫ്രണ്ട് ആണ്, വീട്ടിൽ എല്ലാവരുമായിട്ട് ജെല്ലാവുന്നുണ്ട്, വീട്ടിൽ ഇഷ്ടമാണ്. ചേട്ടന്റെ സ്വഭാവം എനിക്ക് ഇഷ്ടമാണ്, ചേട്ടന്റെ സംസാരം ഇഷ്ടമാണ്, ചേട്ടൻ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. അല്ല, എനിക്ക് അങ്ങനെ ആയി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടാനൊന്നും പറ്റത്തില്ല. അപ്പൊ പിന്നെ ഇത് ഒന്നും സെറ്റ് ആവാത്ത ആളെ വേണോ കല്യാണം കഴിക്കാൻ? അങ്ങനെയൊന്നുമില്ല. പിന്നെ എങ്ങനെയാ? ഇപ്പൊ എന്റെ മനസ്സിൽ അങ്ങനെ പ്രണയം അതൊന്നും ഇപ്പൊ ഇല്ല. എന്നാലും അതെന്തോ ഒരു എസ്കേപ്പിസം ആണ്. അന്ന് നീ അറിയുന്നത് അല്ല, അങ്ങനെയല്ല. അങ്ങനെ ഞാൻ ജീവൻ തമ്മിൽ അങ്ങനെയൊന്നുമില്ല, നല്ല ഫ്രണ്ട്സ് ആയിട്ട് പോവുകയാണ്. പിന്നെ അത് അസൂയപ്പെടുന്ന കുറച്ച് പേര് കാണും, അവരൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നത്. ഇപ്പൊ എന്നോട് തൊട്ട് മുമ്പേ പറഞ്ഞു എന്റെ കല്യാണം വേറൊരാളായിട്ട് ഫിക്സ് ആയിരുന്നു. അത് ആൾക്കാർ എന്നെ ഉണ്ടാക്കി പറയുന്നതാ, തങ്കച്ചേട്ടനായിട്ട്. പിന്നെ വേറെ ആരൊക്കെയാണ്, ഒത്തിരി പേര് പറയാൻ പാടില്ലാത്ത ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത കുറെ ഫോട്ടോസ് ഉണ്ട് ചേച്ചി. അപ്പൊ അതൊക്കെ വെച്ചിട്ട് കുറെ ആൾക്കാർ. അത് മാത്രമല്ല, എന്റെ കൂടെ ഏതെങ്കിലും ഒരു ഫാൻ ബോയോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് ഞാൻ അത് ടാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം യൂട്യൂബിൽ വരും, അനുവും ഈ ഒരാളുമായിട്ട് കല്യാണം ഉറപ്പിച്ചു, അനുവിന്റെ ഭാവി വരാൻ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ എത്ര എണ്ണം കേട്ടു? എത്ര പേര്? 10-15 പേര്. 15 പേരോ? എന്റെ അമ്മേ. അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അപ്പൊ ജീവനാണെങ്കിൽ ഇങ്ങനെ എത്ര പേരോട് കിട്ടിയെന്നുള്ള ഇത് കിട്ടിയിട്ടുണ്ട്? ഒത്തിരി പേര്, ഒരുപാടുണ്ട് ചേച്ചി. ആണല്ലേ? നമ്മൾ ഈ ഷോർട്ട് ഫിലിംസും ഈ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമ്പോ അങ്ങനെ വരും. പക്ഷെ ഇതിപ്പോ സത്യമായിട്ടും നിങ്ങളിപ്പം ഒരുമിക്കാൻ കൂട്ടാക്കുന്നില്ല? നമ്മൾ നല്ല ഫ്രണ്ട്സ്. എനിക്ക് ജീവന്റെ ഭാഗത്തുനിന്ന് ഒരു നല്ലൊരു ഇതുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ ജീവൻ അനുമോൾ അങ്ങനെ അങ്ങ് അവോയ്ഡ് ചെയ്ത് വിടുകയാണ് ജീവന്. പറയടാ, അങ്ങനൊന്നും ഇല്ല, അതല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്, അങ്ങനൊന്നും ഇല്ല. ശരി, എന്നാ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല, പോട്ടെ. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിക്കും ഇപ്പൊ കല്യാണം നിങ്ങളുടെ ഡേറ്റ് തീരുമാനിച്ചു എന്നാട്ടോ വിചാരിച്ചു. ഡേറ്റ് ഇങ്ങനെ നവംബർ 24-25 കല്യാണം എന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത്ര ഉണ്ടായത് അതിൽ നിന്നാണ് ഒരുപാട് ഇതായത്. കാരണം ഞാൻ ഐശ്വര്യ രാജീവ് പുള്ളിക്കാരുടെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ മാസമായിരുന്നു കല്യാണം. ആ ടൈമില് ഞാനും ഷിയാസിക്ക ആതിര മാധവും കൂടെ റിസപ്ഷൻ കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് മീഡിയക്കാർ ചോദിച്ചു എപ്പോഴാ കല്യാണം എന്ന് ചോദിച്ചു. അനുവിനെ കല്യാണം കഴിപ്പിച്ച് വിടുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഷിയാസിക്ക പറഞ്ഞു അനുവിന്റെ കല്യാണം ഉടനെ ഉണ്ട്, നവംബർ 24-25 എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ശരി അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ചോദിക്കത്തില്ലല്ലോ മീഡിയക്കാർ, എവിടെ ഇനാഗുറേഷന് പോയാലും ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് പോയാലും ഏതെങ്കിലും ഫംഗ്ഷൻ എന്ത് പോയാലും മീഡിയക്കാർ ആദ്യം ചോദിക്കുന്നത് എന്നാ അനുവിന്റെ കല്യാണം, എന്നാ അനുവിന്റെ കല്യാണം, എന്നാ അനുവിന് കല്യാണം. ഇവരൊന്നും ചോദിക്കില്ല, പുതിയ പ്രോജക്റ്റിനെ പറ്റി ചോദിക്കില്ല, ഒന്നിനെ പറ്റിയും ചോദിക്കില്ല. കല്യാണം ഇതിനൊക്കെ കല്യാണത്തിന് ഇത്രയും വലിയ പ്രസക്തി ഉണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുക. പ്രസക്തി ഉണ്ടോന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ കല്യാണം നവംബർ 24-25 എന്ന് ഞാൻ അങ്ങ് പറഞ്ഞു. പിന്നെ അതിനുശേഷം ചോദിക്കത്തില്ല. ഇപ്പൊ ഞാൻ ഇനാഗുറേഷനൊക്കെ പോകുമ്പോ അത് ചോദിക്കില്ല. കഴിയുമ്പോ അന്നൊരാളുടെ കല്യാണം ഉണ്ട്, അന്നൊരാളുടെ കല്യാണം ഉണ്ട്. ആരുടെ? എന്റെയോ? എന്റെ കല്യാണം നീ അറിയത്തില്ലേ? അന്ന് ഒരു ആർട്ടിസ്റ്റിന്റെ കല്യാണം ഉണ്ട്. അത് ഞാൻ എന്താ പറയാ പുറത്തു വിട്ടിട്ടില്ല. അന്ന് ആ ആർട്ടിസ്റ്റിന്റെ കല്യാണം അല്ലേ? പക്ഷെ അനുവിന്റെ കല്യാണം അല്ലല്ലോ. അല്ല. അപ്പൊ അത് കഴിയുമ്പോ അന്ന് എന്റെ അടുത്ത് മീഡിയക്കാർ ചോദിക്കും അനുവിന്റെ കല്യാണം, അന്ന് ആ ടൈം പറയും. കാരണം എന്ത്, പക്ഷെ ആ സംഭവം അത് സർപ്രൈസ് ആണ് ചേച്ചി. അന്ന് നമ്മൾ അടുത്ത നുണക്കഥയിലേക്ക് പോകും. അതെ അത് സർപ്രൈസ് ആണ്. അതെ പ്രേക്ഷകർക്ക് ഒരു സർപ്രൈസ് ആണ്. ഓക്കെ. അല്ല അതെങ്ങനെ ഇത് നാളെ എന്റെ ആകാം, വേണമെങ്കിൽ വേറൊരാളുടെ ആകാം. അങ്ങനെ നിങ്ങളുടെ തന്നെ കല്യാണം 24-25. എന്റെ പൊന്നെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെല്ലാം, എനിക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിൽ ഞാൻ പറയും ഞാൻ ഇപ്പോഴേ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ തുടങ്ങുമായിരുന്നു. ഇല്ല, അങ്ങനെയൊന്നുമല്ല. അത് നവംബർ സമയം ഇനി കുറച്ച് കൂടെ ഉള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ വരുന്ന നവംബർ 24-25 ദിവസങ്ങളിലാണ് അനുമോളുടെയും ജീവന്റെയും കല്യാണം. ഓക്കെ, നമുക്ക് അപ്പൊ അന്ന് അറിയാം ആരെയാണ് ശരിക്കും വന്ന് കല്യാണം. അതെ ശരിക്കും എന്തായാലും ഒരാളുടെ കല്യാണമാണത്. ആണ്. അതെ ശരി. എന്തായാലും നല്ല ബ്ലഷ് ചെയ്തിട്ടാണ് അത് പറയണത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കല്യാണമാണ്. ഞാൻ ഒരുപാട് സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളുടെ കല്യാണം. ആണോ? എന്നാ ജീവൻ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ പോണോ? അല്ല, നോക്കട്ടെ. ശരി. അപ്പൊ ഇങ്ങനെ കൊറേ ഇങ്ങനെ കേൾക്കുമ്പോഴേക്ക് ജീവൻ എന്താ തോന്നണേ, ഇവളെ എന്നാ പ്രേമിച്ച് കളഞ്ഞാലോ, ഇവളെ എനിക്ക് സെറ്റ് ആവുന്ന അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ശരിക്കും തോന്നിയിട്ടുണ്ട്? കാരണം നിങ്ങൾക്ക് ജെനുവിനായിട്ട് ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും കേൾക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് സ്വാഭാവികമല്ലേ നമുക്ക് തോന്നാം, ഓക്കെ ഇതെനിക്ക് സെറ്റ് ആവൂ ഇവള്, അങ്ങനെ തോന്നി. അതെന്താന്ന് അറിയാവോ തോന്നാത്ത, നമ്മൾ ഫുൾ ടൈം
എന്താ പറയണ്ടേ, ടോം ആൻഡ് ജെറി ആയിട്ട് നടക്കുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മള് കൂടുതൽ എല്ലാ കാര്യങ്ങളും ഓപ്പൺ സംസാരിക്കും. അതെന്താ നമ്മൾ ഈ വെബ് സീരീസ് ചെയ്തപ്പോ തൊട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു അതിനകത്ത്. എന്ന് വെച്ചാൽ റൊമാൻസും അങ്ങനെ അല്ല, റൊമാൻസിന്റെ മാത്രമല്ല, അവര് ഈ രണ്ട് ക്യാരക്ടർ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടിയും വഴക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന് ആ ഒരു ക്യാരക്ടറിൽ തന്നെ നമ്മളായി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ അങ്ങനെ ഒരു ഈ കണക്ഷൻ ആണുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ അടിയും വഴക്കും, അല്ലെങ്കിൽ എന്താ പറയണ്ട, ഒരു അങ്ങനെ ഒരു വേറൊരു രീതിയിലേക്ക് ഇതുവരെ അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതായത് മറ്റേ അബിവേഡ്സ് അതിന്റെ അത് ഒരു 2021 ആണോ, 20 ലാസ്റ്റ് മന്ത് ആ ടൈമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അബി മഹി അല്ല, അന്ന് ആ ടൈമിൽ അബിവേഡ്സ് മഹി ആയിരുന്നു. അത് ഒരു എനിക്കൊന്ന് ഒരു 3 ഇയർ പോയി കാണും. അത് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ വീണ്ടും തുടങ്ങാൻ പോകും അബി മഹി. അത് ഭയങ്കര നല്ല വ്യൂവേഴ്സ് ഉള്ള ഒരു പ്രോഗ്രാം. പേര് മാറ്റി അബി മഹി. അതെ, ഓക്കെ. അങ്ങനെ അത് പ്രേക്ഷകരുടെ നിർബന്ധപ്രകാരമാണ് അതിപ്പം വീണ്ടും തുടങ്ങുന്നത്. ആ ടൈമിൽ ഒരു ലോക്കൽ ചാനലിലായിരുന്നു ആ ഒരു പ്രോഗ്രാം പൊക്കോണ്ടിരുന്നത്. പക്ഷെ നല്ല വ്യൂസ് ആയിരുന്നു. യൂട്യൂബിനകത്തൊക്കെ 1 മില്യൺ 2 മില്യൺ അങ്ങനെ പോകുമായിരുന്നു. വെറുതെ തുടങ്ങിയതായിരുന്നു ആ പ്രോഗ്രാം. പിന്നെ അത് ആ ഒരു ചാനലിൽ നിന്നും വേറൊരു ചാനലിൽ ഡയറക്ടർ തുടങ്ങി, ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങി. അതിൽ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അതെ അതെ, അത് ഭയങ്കര ഹിറ്റ് ആയിട്ട് അന്ന് എല്ലാരും ഭയങ്കര ഇതല്ലേ, 2 മില്യൺ വരെയൊക്കെ എത്തിയല്ലേ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, എല്ലാരും കാണുന്നുണ്ടായിരുന്നു. ഭയങ്കര രസമാണ്. കാരണം നമ്മള് ഒരു വീടിനകത്ത് ഒരു ഭാര്യയും ഭർത്താവും സ്നേഹിച്ച് കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിട്ട് നടക്കുന്നതാ. പിന്നെ ഇഷ്ടമാണ്, പരസ്പരം ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ്, പക്ഷെ നമ്മൾ പുറമെ ഭയങ്കര അടിയാണ്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ളതും റൊമാൻസ് അങ്ങനെയൊക്കെ വരുന്ന ഒരു അടിപൊളി ഒരു സിക്കോം പോലത്തെ. അതെ, അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ഒരാളെ തന്നെ നമുക്ക് റൊമാൻസ് ചെയ്യാനും അടി കൂടാനും ഒക്കെ സെറ്റാന്ന് തോന്നുന്നതേ ഇല്ലേ? സെറ്റാണെന്ന് കുഴപ്പമില്ല, ഈ വൈബ് ഒക്കെയാണ്. ഇത് അത് ഞാൻ വിചാരിക്കുന്നത് എങ്ങോട്ട് പോകുന്നത്, ഞാൻ എന്റെ മനസ്സിലുള്ളത് പറയട്ടെ. എടാ നീ എന്നോട് പറയാറുള്ള എന്താണെന്നറിയാമോ, നിന്നെ കെട്ടുന്നവന്റെ എന്റെ പൊന്നോ നിന്നെ കെട്ടുന്നവന്റെ കാര്യം അതോ ഗതി. 24 മണിക്കൂർ അതാ പറയുന്നത്. ഇപ്പൊ എന്റെ ചേച്ചി ഇവള് കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട്, ഇവളെ കെട്ടിച്ചൊന്നും വിടരുത്. ഈ ആബ്സെന്റ് മൈൻഡഡ് എന്നൊക്കെ ചില ആൾക്കാർ നമ്മൾ പറയില്ല, ഇതായിട്ട് എക്സ്ട്രീം ആണ്. ഈ ഫോണിൽ നോക്കിണ്ടെങ്കിൽ സമയം നമ്മൾ എന്തെങ്കിലും സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പുള്ളിക്കാരി ചിലപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഒരിതും ശ്രദ്ധിക്കുന്നില്ല. കാരണം ഞാൻ അതിൽ ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, ഞാൻ ഉറങ്ങി കിടക്കുകയാണെങ്കിലും എവിടെയെങ്കിലും ഇപ്പൊ ഉറങ്ങി കിടക്കാന്ന് വിചാരിച്ചു ലൊക്കേഷനിൽ, അവിടെ എന്ത് നടന്നാലും ഞാൻ എണീക്കത്തില്ല. അവിടെ എല്ലാരും പറയാറുണ്ട് ഞാൻ ഉറങ്ങും. അത് തന്നെ, അപ്പൊ എളുപ്പമുണ്ടല്ലോ, ഇല്ലാത്ത കാര്യം. എന്നാലും ഞാൻ ജീവന്റെ അടുത്തൊരു ചോദ്യം ഞാൻ വഴിയിലൊക്കെ കേറി ശല്യപ്പെടുത്തുകയാണ്. ജീവനിലേക്ക് മാത്രം നിൽക്കട്ടെ, ജീവൻ ആൻസർ ചെയ്യൂ, സത്യം പറയൂ. പ്രേമിക്കാൻ പറ്റിയ പെണ്ണല്ല, പ്രേമിക്കാൻ പറ്റിയ പെണ്ണൊക്കെയാണ് തന്നെ കേട്ടോ. ആണല്ലേ? എന്താ പറഞ്ഞ ഞാൻ എന്റെ കാര്യം ഞാൻ പറഞ്ഞു, അല്ലാത്ത കാര്യം പറഞ്ഞു. പ്രേമിക്കാൻ പറ്റിയ ആളൊക്കെ തന്നെയാണ്. ഞാൻ പറയട്ടെന്ന്, അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. ആള് ഇപ്പം എന്താ പറയണ്ട, ഒരു വൈബൊക്കെ ഒക്കെ ആയിട്ടുള്ള വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരാള് തന്നെയാണ്. അപ്പം പിന്നെ എന്തുകൊണ്ട് കൊള്ളൂലെന്നൊക്കെ എല്ലാരും പറയും. കാരണം എന്ന് വെച്ചാല് ചേച്ചി, ഇനി ഞാൻ പറഞ്ഞോട്ടെ, പറയൂ. കാരണം ഇനി ഞാൻ സംസാരിക്കണ്ടായിരുന്നു. കാരണം വെച്ചാല് ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഇപ്പൊ ഒരു 10 വർഷത്തിൽ കൂടുതലായി. അപ്പൊ ഇതുവരെ കോളേജ് ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി കോളേജ് ട്രിവാൻഡ്രത്ത്. അപ്പൊ പഠിക്കുന്ന സമയത്ത് ഒത്തിരി പയ്യൻസ് എന്റെ പുറകെ നടക്കുമായിരുന്നു. അത് അല്ലല്ല, അവള് പറയട്ടെ ഉള്ള കാര്യം. എനിക്ക് ഞാൻ കള്ളം പറയുന്ന സ്വഭാവം. ശരി, പയ്യൻസ് പുറകെ നടക്കുക. അപ്പോഴൊക്കെ എനിക്കൊരു അഹങ്കാരമായിരുന്നു അത്. ഇങ്ങനെ എല്ലാരും നടക്കുമ്പോ നടക്കട്ടെ 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 ഇങ്ങനെയായിരുന്നു. അപ്പൊ ലാസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാന്നുള്ള ഇതായിരുന്നു. അപ്പൊ എത്ര പേര് എത്ര നാള് നടക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി നിന്നപ്പം ഒരാൾ എന്റെ പുറകെ ഭയങ്കരമായിട്ട് നടന്നു. ഫസ്റ്റ് ഇയർ മുതലേ നടക്കുക. അപ്പൊ ഞാൻ ഒരു സെക്കൻഡ് ഇയർ കഴിഞ്ഞ് 3rd ഇയർ ആയപ്പോഴാണ് ഞാൻ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞത്. കാരണം പുള്ളി പോകുന്നില്ല, ബാക്കി എല്ലാരും ഞാൻ മൈൻഡ് ചെയ്യാത്തോണ്ട് പുള്ളിക്കാരന്മാര് വേറെ വഴിക്ക് ഇവൻ പോകുന്നില്ല. അപ്പൊ ഞാൻ പുള്ളിയുടെ നേരിട്ട് പോയി ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ആ റിലേഷൻ പിന്നെ കുറച്ച് നാളെ പോയുള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു ഫീൽഡൊക്കെ വന്നതിന് ശേഷം ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുള്ളി ഞാനിപ്പോ നല്ല ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നുണ്ട്. പുള്ളിക്ക് ഇപ്പൊ കല്യാണമൊക്കെ ആയി കേട്ടോ. പക്ഷെ ആ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് എന്താ പറയണ്ടേ, എല്ലാരും അറിയുന്ന ഒരു ആർട്ടിസ്റ്റ് ഒക്കെ ആയി. എല്ലാവർക്കും പിന്നെ അറിയാൻ തുടങ്ങിയത്, പിന്നെ ബിസി ആയി തുടങ്ങി. പക്ഷെ ഒരു മനുഷ്യർ അതിനുശേഷം എന്നെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. അതെന്താ അറിയില്ല. വെറുതെ തമാശക്കാണെങ്കിൽ പോലും വന്ന് ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ കല്യാണം കഴിക്കാമെന്നോ ആഗ്രഹം ഉണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ആരും.
ഇത്രയും നാള് അതിപ്പോ ആലോചിച്ച് നോക്കിയിട്ടില്ലേ ആ, എന്തുകൊണ്ടായിരിക്കും അത് ഒരു സെലിബ്രിറ്റി ആയപ്പോ എന്നെ ആർക്കും വേണ്ട സെലിബ്രേറ്റ് ഞാൻ ഒത്തിരി പേരത്തൊക്കെ ഇങ്ങനെ നമ്മളെ കൂടുതൽ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഇങ്ങനെ ഇപ്പൊ കല്യാണം എല്ലാവരും കഴിഞ്ഞു, പിന്നെ ഒത്തിരി പേര് ഇപ്പം ഈ പറയുന്ന അഫയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങൾ എങ്ങനെയാ ഇഷ്ടപ്പെട്ടത്, നിങ്ങൾ എങ്ങനെയാ? അപ്പൊ പറയാം അത് പെട്ടെന്ന് വന്നതാണ്, പെട്ടെന്ന് ഐ കോണ്ടാക്ട് വഴി ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ ഒരുപാട് പേരെ കാണുന്നുണ്ടല്ലോ, എന്നെ എല്ലാരും കാണുന്ന ഒരു അനിയത്തിയെ പോലെയാ. എവിടെ ചെന്നാലും ഞാനൊരു നല്ലൊരു ചേട്ടനെ കണ്ട നല്ല ചേട്ടനാണെന്ന് തോന്നുന്നു, എന്ന് നോക്കിയ പോലും അവരെന്നെ ഒന്നെങ്കിൽ ചേച്ചിന്ന് വിളിക്കും, എന്നെക്കാളും മൂത്തതായിരിക്കും, ഒന്നെങ്കിൽ എന്നെ ചേച്ചിന്ന് വിളിക്കും അല്ലെങ്കിൽ മോളെന്ന് വിളിക്കും. അങ്ങനെയാ. കാരണം ഞാൻ ഒത്തിരി പേരെ ചോദിച്ചു എന്താ എല്ലാരും എന്നെ അങ്ങനെ കാണുന്നെന്ന് ചോദിക്കുമ്പോൾ അത് നീ ഒരു കുട്ടി ആയോണ്ട് അല്ലെങ്കിൽ നീ ഇങ്ങനെ പൊട്ടിയെ പോലെ നടക്കുന്നുണ്ടാന്നൊക്കെ പറയും. എന്റെ തനി സ്വഭാവം ആർക്കും അറിയില്ല എന്നൊക്കെ ഞാൻ പറയും. അങ്ങനെ അതുകൊണ്ട് എന്നെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഞാൻ എന്തൊക്കെ ഇടയ്ക്ക് ചോദിക്കും എന്താണ് എന്നെ ആരും പ്രപ്പോസ് ചെയ്യാത്ത, ഞാൻ പക്ഷെ എനിക്ക് പ്രേമിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, അതൊക്കെ പോയി. അപ്പം ഇവിടെ ചോദിക്കാൻ പറയും നീ ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്നത് കൊണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ആരും ഇഷ്ടപ്പെടാത്ത, നിന്നെ അല്ലാതെ കാണാനായിരിക്കും ഇഷ്ടം, ഒരു വീട്ടിലൊരു കുട്ടിയെ പോലെ കാണാനായിരിക്കും ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ പിന്നെ പറഞ്ഞാലും നമുക്ക് കല്യാണം കഴിക്കണ്ടേ? അതൊക്കെ വിധിയാണ് ചേച്ചി. പുറത്തുനിന്ന് നോക്കുമ്പോ ജാടയാന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ കുറെ എണ്ണം ഒഴിഞ്ഞു പോകാറുണ്ട്. പക്ഷെ എന്തായാലും കുറെ നാളുകളായിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും? ഇപ്പൊ 10-15 വർഷം. കുറച്ച് വർഷം. ഞാൻ പേര് മാത്രമേ ഉള്ളൂ, ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നത്. 10 വർഷം. അപ്പൊ ചേച്ചി നോക്ക്, എന്തായാലും അവിടെ ഇരിക്കട്ടെ. ഈ ഒരു ഫീൽഡിലോട്ട് വന്നു. അത് നോക്ക്, എനിക്കറിയില്ല. 10 വർഷം ഈ ഫീൽഡിൽ വന്നിട്ട് കണക്ക് നോക്കും. ഫോണാണോ? പ്ലസ് ടു കഴിയുമ്പോ എത്ര വയസ്സാന്ന് കൂട്ട്. 17. അത് കഴിഞ്ഞിട്ട് 27 വയസ്സെന്ന്. ഓക്കെ, അതെന്തായാലും അവിടെ നിക്കട്ടെ. ഇപ്പം ആൾക്ക് എന്താ മനസ്സിൽ എന്റെ മനസ്സിൽ അങ്ങനെ ഇപ്പൊ പ്രേമിച്ച് നടക്കണമെന്നോ കല്യാണം കഴിക്കണമെന്നോ ഒന്നും അല്ല എന്റെ ആഗ്രഹം. എന്നാലും മനസ്സിൽ ദുഃഖം ഇപ്പൊ എന്നെ ആരും പ്രപ്പോസ് ചെയ്യുന്നില്ല, അതുണ്ടായിരുന്നു. ആ ദുഃഖം തീർക്കുകയാണ് ജീവൻ. അയ്യോ ക്യാമറ ചേട്ടന്മാർ ആരെങ്കിലും എന്നെ പ്രപ്പോസ് ചെയ്താൽ അതൊരു സുഖം ഉണ്ടെന്ന് പറയാം. അതിനൊരു ഫീലുണ്ട്. നമ്മൾ എന്നും കാണുന്ന ഒരാൾ വന്നിട്ട് പ്രപ്പോസ് ചെയ്യുമ്പോ. പക്ഷെ പുള്ളി വേറൊരു കാര്യം പറയട്ടെ, ജീവന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ജീവൻ എന്തെങ്കിലും ഒരു നമുക്കിപ്പോ എന്താ പറയണ്ട ഒരു സീനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കുകയാണെങ്കിൽ പുള്ളി അടിപൊളിയായിട്ട് അത് അഭിനയിച്ച് കാണിക്കും. ഇപ്പൊ റീലാണെങ്കിലും ഒരു റൊമാൻസ് സീനായിട്ട് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അത് അഭിനയിക്കുമ്പോൾ തന്നെ ഇവ ഇത്രയൊക്കെ അഭിനയിക്കും, ഭയങ്കര രസമായിട്ട് അഭിനയിക്കും. അതിൽ നമുക്ക് ഭയങ്കര ഫീല് തോന്നാറുണ്ട്. അതൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ സംസാരിക്കുമ്പോഴേക്കാണല്ലോ എനിക്ക് തോന്നുന്നത് ഭയങ്കര ചുടിച്ചുടിച്ചുടിച്ചുടിച്ചുടാന്ന് വായാടി കുടിക്കായിട്ട് സംസാരിക്കുന്നുണ്ട് അനുമോള്. എന്നാൽ ജീവനാണ് വളരെ ക്വയറ്റ് ആണ്, കുറച്ചും കൂടി. നിങ്ങൾ ഭയങ്കര ബാലൻസ് ചെയ്തിട്ടാണ് ശരിക്കും സംസാരിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ ഇത്തരത്തിൽ ഇന്നിപ്പോ നിങ്ങൾ ഒരുമിച്ചാണ് ഈ ഒരു ഷോയിലേക്ക് വരുന്നത്, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഒരുമിച്ചാണ് വന്നത്. അപ്പം ഓക്കെ, നിങ്ങൾക്ക് വന്ന ആളാണ് അല്ല, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു വൈബ് അറിയാലോ. ശരി, എന്തിന് ഇവനായിരിക്കോ ഫസ്റ്റ് പറയുന്നുണ്ടാവുക, ഞാനായിരിക്കോ? അങ്ങനെ പൊതുവെ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പലതരത്തിലുള്ള ഷോസിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും വെൽ പ്ലാൻഡ് ആണോ? ഇല്ല ഒന്നുമില്ല അല്ലേ. ഇങ്ങോട്ട് വരുമ്പോ പോലും ഞാൻ പറഞ്ഞു അവിടെ ആരാ ഇന്റർവ്യൂ തന്നെ, അപ്പൊ പറയാ ഒത്തിരി പേര് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ അടുത്ത് രമ്യ ചേച്ചിയാന്ന് പറഞ്ഞു. അതാരാ ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല ആരാന്ന്. അപ്പൊ പറഞ്ഞു രമ്യ ചേച്ചി കാണാൻ നല്ല ഭയങ്കര ചേച്ചിയാണ്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് എടുത്ത് കാണിച്ചു തന്നു ഫോട്ടോ. അപ്പൊ എനിക്ക് ചേച്ചി അറിയാം, പണ്ട് ചേച്ചിയുടെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാ, ഞാൻ വരുന്നില്ല. കാരണം വെച്ചാൽ നേരത്തെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ സ്ഥിരം ചെയ്യുന്ന വേറൊരു പെൺകുട്ടിയുണ്ട്. അപ്പൊ വിളിക്കാൻ വേണ്ടി വന്നേ, പേരൊന്നും എനിക്കറിയില്ല. അപ്പൊ ആ കുട്ടിയൊക്കെ ആണെങ്കിൽ നമുക്കിപ്പം ഏജ് ഒക്കെ വെച്ച് നോക്കണമെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഒരു പേടിയൊന്നും ഇല്ല. പക്ഷെ ചേച്ചി നമ്മൾ ഇങ്ങനെ കണ്ടിട്ട് റെസ്പെക്ട് എങ്ങനെ സംസാരിക്കും എന്നൊക്കെ ഞാൻ അവരോട് ആ കാര്യത്തെ പറ്റി മാത്രം സംസാരിച്ചോളൂ, വേറെ ഒന്നും സംസാരിച്ചിട്ടില്ല. എന്റെ ഏത് പ്രോഗ്രാം കണ്ടിട്ടാണ് ഇത്ര പേടിച്ച് ഞാൻ ചേച്ചിയുടെ ഈ ഒരു ചാനലിന്റെ കുറെ വീഡിയോസ് സെലിബ്രിറ്റികളെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളത്, കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറെ ഞാൻ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാ കണ്ടോണ്ടിരിക്കാന്, നല്ല രസവും സംസാരവും ഒക്കെ. എന്നിട്ട് ഇപ്പൊ പേടിയുണ്ടോ? ഇല്ല. എന്റെ അടുത്ത് ഞാൻ എന്തുകൊണ്ട് എന്നെ പേടിക്കുന്നില്ല? നല്ല ഭംഗിയാ കാണാൻ. പിന്നെ എനിക്കറിയില്ല എന്താ ഇപ്പൊ നമ്മൾ ചേച്ചി ഓരോ ആർട്ടിസ്റ്റുകൾ വരുമ്പോ ഓരോ സംസാരമാണല്ലോ, പെരുമാറുന്ന രീതി. അതെ, അപ്പൊ ഇപ്പൊ മനസ്സിലായി. പേടിച്ച് വിറച്ച് അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ എപ്പോഴും നമ്മളെക്കാളും ഇളയ കുട്ടികളൊക്കെ ആയിരിക്കും ഇന്റർവ്യൂ ചെയ്യുക അല്ലേ, നമ്മൾ പോകുന്നിടത്തൊക്കെ. അപ്പൊ നമ്മളെക്കാളും ഒരു സീനിയർ ആയിട്ടുള്ള ഒരാള് ഇരിക്കുമ്പോ ഫസ്റ്റ് ടൈം ആണ് അപ്പൊ നിങ്ങളെക്കാളും സീനിയർ ഒരാൾ നിങ്ങളുടെ അടുത്ത് ചോദ്യം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. എന്തൊക്കെയാ ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ
നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ഇതുവരെ അങ്ങനെ പ്ലാൻ ചെയ്ത് പോയിട്ടില്ല Prepare ഇതുവരെ. ആയിട്ടൊന്നും പോയിട്ടില്ല പോയി ചേച്ചി. കഴിഞ്ഞില്ല ഭയങ്കര ബോർ അങ്ങനെ പോയി കഴിഞ്ഞാൽ. അല്ല എന്നാലും ഏകദേശം നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ അറിയാലോ അറിയാം എന്താ എവിടെ രണ്ടുപേരുടെ പറയണ്ടത്. ഇപ്പം ജീവൻ പറഞ്ഞോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല, അങ്ങനത്തെ കുറച്ച് എന്താ തമാശയുള്ള കാര്യങ്ങൾ പറയാല്ല, സീരിയസ് ആയിട്ട് പറയുമ്പോ അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ അറിയാം. അങ്ങനെ അതുകൊണ്ട് നേരത്തെ ഒരു പ്രീ പ്ലാനിങ് ഇല്ല അല്ലേ? അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബോറാവും. Boring. പ്രോഗ്രാമിനാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാറില്ല. സ്പോട്ടിൽ എന്താണോ പോകുന്നത് അങ്ങനെ അങ്ങ് പൊക്കോളും. ഓക്കെ, ഞാനിപ്പോ ജീവന്റെ കണ്ടിരിക്കുന്ന റീലിനകത്ത് എല്ലാം കൂടെ അനുമോളാണ്. ഞാൻ വേറെ അല്ലാതെ കണ്ടിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടില്ലേ? അതോ ഞാൻ കാണാഞ്ഞിട്ടാണോ? ചെയ്തിട്ടുണ്ട് ചേച്ചി. കണ്ടിരിക്കുന്ന കൂടെ ഞാൻ സമ്മതിക്കത്തില്ല ചെയ്യാനൊന്നും. കള്ളി. അതെന്താ അതെന്താന്നറിയോ, ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും വരത്തില്ല. ഞാൻ ചെയ്യാൻ വേറെ ആളെ കണ്ടുപിടിച്ച് ഞാൻ പറയും എന്നെ വെച്ച് ചെയ്യുന്നുണ്ടാണ് നിനക്ക് ഇത്ര റീല് അതൊന്നല്ല. ഞാൻ പറയും ചേച്ചിയുടെ അടുത്ത് സത്യം പറ. ഇത് പറഞ്ഞ ഫുള്ളും പറയട്ടെ. അപ്പൊ ഇങ്ങനെ കേറും. അപ്പൊ അവൻ പറയും ആര് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ ബെറ്റ് വെച്ചിട്ട് ഇവനെ വേറെ ബെഹറിൽ പോയപ്പം അവിടെ ഒരു ആങ്കർ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവളോട് റീല് ചെയ്തു. പെട്ടെന്ന് വ്യൂസ് അതും കേറി. അപ്പൊ ഞാൻ അപ്പൊ എന്റെ കൂടെ ചെയ്യുന്നുണ്ടല്ലേ വ്യൂസ് കേറുന്നേ എന്ന് ഞാൻ ചിന്തിച്ചു. അടുത്ത് നമ്മുടെ ആരാ നമ്മളെ മിത്തേടന്റെ തന്വിയുടെ ചെയ്തു, അതും മില്യൺ കേറി. അപ്പൊ മനസ്സിലായി പുള്ളിയുടെ കഴിവുകൊണ്ടാണ് കേറുന്നത്. അവസാനം പിന്നെ എന്താണെന്നറിയാമോ, എന്ന ഷൂ സിനിമയിലെ അവസ്ഥ എത്തും. നിങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് വേറെ ആളെ അല്ല ഇതിപ്പോ ഞാൻ പറയാം. അതിപ്പോ ഞാൻ പറയാം, ഇപ്പൊ എന്റെ അമ്മ അച്ഛൻ അവര് വേറെ മക്കളുടെ സ്നേഹം കാണിക്കുമ്പോ എന്താ വിഷമം വരാ, ചെറിയൊരു ദേഷ്യമൊക്കെ തോന്നാറില്ലേ? അതുപോലെ ജീവൻ ഫുൾ ടൈം എന്റെ റീല് ചെയ്തിട്ട് വേറൊരു പെൺകുട്ടി റീൽ ചെയ്യാൻ പോകുമ്പോ അറിയാതൊരു അസൂയ തോന്നാറുണ്ട്. അപ്പൊ ജീവൻ പറ, ശരിക്കും ജീവൻ തിരിച്ചുണ്ട് ജീവൻ വേറൊരു പെൺകുട്ടി ഈ പറഞ്ഞ പോലത്തെ നല്ല സുന്ദരി പെൺകുട്ടികളുടെ റീല് ചെയ്യുമ്പോൾ ഈ കാണുന്ന അനുമോള് പൊസസീവ് ആവാറുണ്ട്. ആവാറുണ്ട് ചേച്ചി. ആ സമയത്ത് വിളിച്ചു പറയൂ. വിളിച്ചു പറയണ ചെയ്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറയും എന്റെ കൂടെ ചെയ്യാൻ അത്ര ഒന്നും കൊള്ളത്തൊന്നുമില്ലെന്നൊക്കെ. അതൊരു ശരിക്കും അവിടെ പോസിറ്റീവ്നെസ് ആണോ അതോ ടോക്സിക് ആവുകയാണോ ചെയ്യണു? ടോക്സിക് അങ്ങനെ ടോക്സിസിറ്റി അങ്ങനൊന്നുമില്ല. ഇല്ല, അങ്ങനെ ഭയങ്കര കാണുമ്പോഴേ എന്നോട് കളിച്ചിട്ട് വേറൊരു പെൺകുട്ടി ദുഷ്ടൻ എന്ന് അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ അത് കഴിഞ്ഞ് മാറും. കാരണം അപ്പൊ ജീവൻ ഇപ്പൊ നാളെ വേറൊരു പെൺകുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു, അപ്പം പ്രണയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കല്യാണം കഴിച്ചു ഞാൻ കല്യാണം കഴിച്ചിട്ട് നീ കഴിച്ചാ മതി കള്ളി പെണ്ണെ അങ്ങനെ ഇപ്പൊ കെട്ടണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് കല്യാണം കഴിഞ്ഞ പിന്നെ പോവത്തില്ലേ, പിന്നെ നമുക്ക് പിന്നെ ആരും ഇല്ലല്ലോ, ഒറ്റയ്ക്കാണ്. എന്റെ കാര്യം നടക്കുന്നോളം വരെ നീ എന്റെ കൂടെ നിൽക്കും. എന്റെ കാര്യം കഴിഞ്ഞ് ഞാൻ സെറ്റായി കഴിഞ്ഞാൽ നീ ഏത് വഴിക്ക് വേണം. ഏത് വഴിക്കുന്നതല്ല, അങ്ങനെ പെട്ടെന്നൊന്നും പോകണ്ട, ഇങ്ങനെയൊക്കെ പോയാൽ മതി. എന്തിനാ കല്യാണം കഴിക്കുന്നേ, ഇഷ്ടമില്ല. അല്ല ഞാനിപ്പോ ജീവന്റെ രാത്രിക്ക് അനു പലതവണ എന്തെങ്കിലും പറയാൻ വിളിക്കും, ജീവന്റെ നമ്പർ ഫുൾ ടൈം നമ്പർ ബിസിയാണ്. അപ്പൊ അനുവിന് എന്ത് തോന്നുന്നു? അങ്ങനെ ബിസി ആവാറില്ല. പിച്ചോടിനൊക്കെ വിളിച്ച ഞാൻ ആദ്യം പറയാട്ടോ, ഇവൻ ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് എന്തെങ്കിലും പ്രൊമോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിന്റെ കാര്യം പറയാൻ വേണ്ടി ആരെങ്കിലും വിളിക്കുമ്പോ ജീവന്റെ പെട്ടെന്ന് ചോദിക്കുന്ന പറയുമ്പോ ഇവന് ഞാനൊരു 10-25 പ്രാവശ്യം ഞാൻ ഈ ഫോൺ എടുത്തിട്ടുണ്ടല്ല, ആദ്യം വിളിക്കുമ്പോ ബിസി എന്ന് കേൾക്കും. അപ്പൊ എന്റെ ഈ ബിസി കേൾക്കുമ്പോ വിളിച്ചോ, ഇവൻ എയർപോർട്ട് വെച്ചിട്ട് അത് കേൾക്കുന്നത്, കയ്യിൽ ഫോൺ ഇരിക്കുകയല്ലേ, ഒന്നെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടായിരിക്കും സംസാരിക്കുക, അല്ലെങ്കിൽ എയർപോർട്ട് വെച്ചിട്ടായിരിക്കും സംസാരിക്കുക. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം വിളിക്കുമ്പോൾ ബിസി, രണ്ടാമത്തെ അപ്പൊ ഈ 10-12 മണിക്കൊക്കെ വിളിക്കുമ്പോൾ ബിസി ആയിരിക്കും, രണ്ടാമത്തെ തവണ വിളിക്കുമ്പോഴും ബിസി, മൂന്നാമത്തെ തവണ വിളിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്ത് കട്ട് ചെയ്തിട്ട് വീണ്ടും വിളിക്കും. 5 ആയി, 6 ആയി, 7 ആയി, 8 ആയി, 9 ആയി, 10 15 ആയിട്ട് ഇവനെ വിളിക്കുന്നത്, ഞാൻ ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് ബ്ലോക്ക് ചെയ്യും. അപ്പൊ പുള്ളിക്കാരൻ ഞാൻ 2 ഫോണിലും ബ്ലോക്ക് ചെയ്യും, എന്നിട്ട് വാട്സപ്പും ബ്ലോക്ക് ചെയ്യും, ഇൻസ്റ്റാഗ്രാമും ബ്ലോക്ക് ചെയ്യും, എല്ലാം ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്ത് ഇവന്റെ ചേച്ചി വിളിക്കും, അവിടത്തൊന്ന് ബ്ലോക്ക് മാറ്റാൻ പറയാൻ എന്തിനു വിളിച്ചു. എനിക്ക് വേറെ ആരും ഇല്ല വിളിക്കാൻ. ഞാൻ നോക്കുമ്പോ അപ്പൊ എന്നിട്ട് ഒരു നമ്പര് വിളിക്കുമ്പോ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ വിളിക്കുമല്ലോ, അപ്പൊ അതും ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കൂല. അപ്പൊ ഞാൻ എന്റെ റീൽ എടുത്ത് നോക്കും, അപ്പൊ ഈ ബ്ലോക്ക് ചെയ്യുമ്പോ കൊളാബ് പോകും. അപ്പൊ പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ മനസ്സിലായിക്കോണം ബ്ലോക്ക് ചെയ്ത ആളെ എന്തോ പ്രശ്നം കൊണ്ട് പോയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായിക്കോണം. അപ്പൊ ചേച്ചി വിളിച്ചിട്ട് വീണ്ടും ഞാൻ പോകും, ആ കൊളാബ് ഒന്നും കൂടി എനിക്ക് ഇടുവോന്ന് ഫോൺ എടുത്തിട്ട് സ്വന്തമായിട്ട് അങ്ങ് ഇടും. അല്ല അതെന്താ അറിയുമോ, ഇത്രയും മിസ് കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടണം, ഞാൻ ഇങ്ങനെ കോളിലാണ്, ഞാൻ അർജന്റ് ആയിട്ട് അത്യാവശ്യമുള്ള കോള് വരുമ്പോ മാത്രമേ ഞാൻ എടുക്കാതിരിക്കത്തുള്ളൂ. മനസ്സിലാക്കാത്തത് മനസ്സിലാക്കി, ഇതിപ്പോ എനിക്ക് അർജന്റ് ആയിട്ട് ഒരു കോൾ ഇല്ലേ, എന്തുകൊണ്ട് എന്റെ കോൾ എടുത്തില്ല. അപ്പൊ അങ്ങനെയാണല്ലേ ഇപ്പൊ മനസ്സിലായില്ലേ, ഇപ്പൊ സംസാരിക്കുന്ന വേറൊരാളുടെ അടുത്താന്ന് വെച്ചോ,
അത് അറിഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പത്തേക്ക് ആളെ വിളിച്ചു ചോദിക്കോ ഇത്രയും നേരം സംസാരിച്ചത് അങ്ങനെയൊന്നുമില്ല. ജീവനായിരുന്നോ? ഇല്ല, ഇല്ല, ഇല്ല. നിങ്ങൾ അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ലേ? അത് മോശമല്ലേ? എല്ലാരുടെ അടുത്തും ഉണ്ട്. ആണല്ലേ? എന്റെ അടുത്ത് മാത്രമല്ലേ ഇപ്പൊ എന്റെ ചേച്ചി വിളിക്കുമ്പോ വിളിച്ചോണ്ടിരിക്കുമ്പോ ചേച്ചി ബിസി ആണെങ്കിൽ അമ്മ അടുത്താണെങ്കിൽ അമ്മയൊന്നും ബ്ലോക്ക് ചെയ്യത്തില്ല കേട്ടോ പാവം. അമ്മ block ചെയ്ത് ഇല്ല ഞാൻ വിളിക്കുമ്പോ ഞാൻ പിന്നെ വിളിക്കും. എന്ത് വിളിച്ചത്? ഞാൻ എത്ര സമയം കൊണ്ട് വിളിക്കുന്നത്? ആവശ്യമുണ്ടല്ലേ? ഇത്ര സമയം എന്നെ വിളിച്ചോ? അമ്മ എന്നെ വിളിക്കണ്ട വെച്ചോ എന്നിട്ട് ഞാൻ വിളിക്കും. അപ്പൊ അമ്മ എന്നെ വീണ്ടും വിളിക്കും. അമ്മ ഞാൻ പിന്നെ വിളിച്ചെടുക്കത്തില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വിളിക്കുമ്പോ നമ്മൾ എന്തുകൊണ്ട് ഇപ്പൊ ഒരു മിസ് കോൾ ആണെങ്കിൽ ഓക്കെ, ഒരു 5-6 പ്രാവശ്യമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചോണ്ടിരിക്കുമ്പോ അവർ ചിന്തിച്ചൂടെ എന്തോ കാര്യമുള്ളതുകൊണ്ടാണ്, സീരിയസ് എന്തോ ഒരു അർജന്റ് ആയിട്ട് എന്തോ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം അനു വേറെ ആരുടെ അടുത്തെങ്കിലും ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ജീവൻ ഇപ്പൊ വിളിക്കാം ഞാൻ അങ്ങോട്ട് എന്ന് പറയും. ജീവനെ വിളിക്കും. എവിടെ ചുമ്മാ 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 അതൊക്കെ കള്ളം പറയല്ലേ? ജീവന് മാത്രല്ല പറഞ്ഞു. അത് ജീവൻ സത്യം പറഞ്ഞു. ഞാൻ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കും ഇന്ന കോളിലാണ് എന്ന്. അത് ചിലപ്പോ വല്ലപ്പോഴൊക്കെ വല്ലപ്പോഴല്ലേ, കള്ളം പറയരുത്, കള്ളം പറയരുത്. സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കാൻ നിൽക്കില്ല. ഞാനിങ്ങനെ പറയും, വിളിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയും ആളായിരിക്കും വിളിച്ചത് പറയാം, അത്രേ ഉള്ളൂ. ഇല്ല ഞാൻ ആരെങ്കിലും ഇനി ഇനി ആരെന്നൊക്കെ പറഞ്ഞാലും വിളിച്ചോണ്ടെന്ന് ഞാൻ ഇപ്പൊ വിളിക്കാമേ, എനിക്കൊരു കോൾ വരും, ഇപ്പൊ വിളിക്കാം ഇപ്പൊ തിരിച്ചു വിളിക്കും എന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ജീവനെ വിളിച്ചു. ജീവൻ ഇങ്ങനെ ആൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാ? അവർ ഇല്ലടി ഇങ്ങനെ കാര്യമാണോ? ഓക്കെ ശരി, ഞാൻ ഇപ്പൊ വിളിക്കാമേ, അയാളെ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ പോകും. അതിനിപ്പോ ജീവനെന്നല്ല, ജീവൻ, അമ്മ, അച്ഛൻ, ചേച്ചി, ചേട്ടൻ, നമ്മുടെ സ്റ്റാർ മാജിക് ആരെങ്കിലും ആർട്ടിസ്റ്റുകൾ അങ്ങനെയൊക്കെ വേണ്ടപ്പെട്ടവർ മാത്രം വിളിക്കുമ്പോ പെട്ടെന്ന് ഏത് കോളാണെങ്കിലും കട്ട് ചെയ്തിട്ട് ഞാൻ അവരെ തിരിച്ചു വിളിക്കും. അപ്പൊ അല്ലാതെ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ജീവൻ പറയുന്നത് അങ്ങ് കൺവിൻസ്ഡ് ആവുന്നില്ലെന്ന് വെച്ചോ, എനിക്കത് സെറ്റ് ആവുന്നില്ല, അപ്പൊ എപ്പോഴെങ്കിലും ജീവന്റെ ഫോൺ എടുത്തിട്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്ക് അറിയാം ആണോ? അപ്പൊ ഫോൺ ചെക്ക് ചെയ്യാം. അങ്ങനെ സ്വഭാവമൊന്നുമില്ല, എനിക്കുണ്ട് സ്വഭാവം, അവനില്ല. അപ്പൊ ചെക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ നല്ലതൊക്കെ നോക്കാറുണ്ട് ആരൊക്കെ ഉണ്ട്. അപ്പൊ അവള് നിന്നെ കൊണ്ടേ ഇല്ല അങ്ങനെയല്ല, ജീവന് ഫ്രണ്ട്സ് കുറവാട്ടോ. അപ്പം ഞാനാണ് എല്ലാം എന്താന്ന് പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഞാൻ. പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ആവശ്യത്തിന്. ഹായ് ബൈ ബന്ധം. ആർക്ക്? ഹായ് ബൈ ബന്ധം മാത്രമേ ഉള്ളൂ എല്ലാവരും കാണുമ്പോൾ. എനിക്ക് അങ്ങനെ ഞാൻ ഇപ്പൊ വിരലുണ്ടാവുന്ന ആൾക്കാരുള്ളൂ. അതാര് വിരലെണ്ണുന്ന ആരൊക്കെ? വിരലുണ്ടാവുന്ന കുറച്ച് ആൾക്കാരെ അങ്ങനെ ആൾക്കാരുള്ള എനിക്ക് ഫ്രണ്ട്സ് ആണ്. അല്ല കുറെ വലിയൊരു ഫ്രണ്ട് സർക്കിൾ ഒന്നും അങ്ങനെ ഒന്നും ഇല്ല എനിക്ക്. അപ്പൊ അതിനകത്തുള്ളവരൊക്കെ ഭയങ്കര ഒരു അടുപ്പമുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ വിളിച്ച് അവരുടെ അടുത്തായിരിക്കും ചിലപ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ച് കൂടുതൽ സമയം സംസാരിക്കുന്നത്. അല്ലാതെ അങ്ങനെ എപ്പോഴും ബിസി ആയിരിക്കില്ല. പക്ഷെ ബിസി ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോ ഇതണക്ക് കൂടുതൽ സമയം അവരടുത്തായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അപ്പൊ എങ്ങനെ ഫോൺ എടുത്ത സംശയം തോന്നും? ഇല്ല അങ്ങനെ നോക്കാറില്ല, ചുമ്മാ ഞാൻ അവനെ കാണിക്കാൻ വേണ്ടിട്ട് ഫോൺ കിട്ടാ ഇതിപ്പോ ഇവന്റെ ഫോണെന്ന് ചോദിച്ചപ്പോ തന്നെ നിന്റെ ഫോൺ നോക്കട്ടെ, വാട്സപ്പ് ഒക്കെ നോക്കട്ടെ, എന്നിട്ട് അവരുടെ പ്രൊഫൈൽ പോയി നോക്കും, നോക്കും. അല്ലെ നോക്കും, അത് അവനെ കാണിക്കാൻ വേണ്ടി. ഇതാരും ഈ അഞ്ചു എന്നൊക്കെ പെമ്പിള്ളേർ ഇല്ല പൊതുവെ. അപ്പൊ ഇങ്ങനെ കാണിക്കാറില്ല. അല്ലാതെ ഞാൻ മെസ്സേജ് നടത്തി നോക്കാം. ബാക്കിൽ പോയിട്ട് ഇല്ല, കാരണം അവന്റെ ഫ്രണ്ട്സിന് എല്ലാരും എനിക്ക് അറിയാം. എന്നിട്ട് പക്ഷെ പറഞ്ഞു ചാറ്റ് നോക്കുന്നു പറഞ്ഞു. ഇപ്പൊ നോക്കാറില്ലല്ലോ. ചാറ്റ് മാത്രമല്ല, ഈ മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറയില്ല ബ്ലോക്ക് ആക്കുമ്പോ കൊളാബ് ഒക്കെ പോകും. അപ്പൊ ഈ ചില വീഡിയോ ഒക്കെ 4-5 മില്യൺ കയറിയ വീഡിയോ ഒക്കെ ചിലപ്പോൾ കൊളാബ് ഒക്കെ പോകും. പുള്ളിക്കാരൻ ഞാൻ നോക്കുമ്പോ എന്റെ ഫോൺ കാണൂല, ഫോൺ എടുത്ത് വെച്ചിട്ട് അത് കൊളാബ് ഒക്കെ എടുത്തിട്ട് ഒന്നുകൂടെ നമുക്ക് ഇപ്പൊ ഒരു ഓപ്ഷൻ ഇടാൻ പറ്റും, വീണ്ടും കൊളാബ് ഇടാൻ പറ്റും. എത്ര കൊളാബ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം കുത്തിയിരുന്നിട്ടുണ്ടിരിക്കും. അങ്ങനത്തെ പണികളൊക്കെ ചെയ്യും. അപ്പൊ ജീവൻ അറിയാതെ ആൾക്ക് ഏതെങ്കിലും നല്ല രീതി തോന്നിയിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ടും ഉണ്ടാവും. ഇങ്ങനെയാണ് ഇല്ല അങ്ങനത്തെ ഇല്ല. മോശം. ബിഗ് ബോസിൽ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്, പക്ഷെ സ്റ്റാർ മാജിക് വിടാനുള്ള മടി കാരണമാണ് പോവാത്തത്. അല്ലെങ്കിൽ പോവാൻ ഇഷ്ടമായിരുന്നു അല്ലേ? പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അവിടെ നമ്മളായിട്ട് പോകുന്നതാണ് അവിടെ. ഇപ്പൊ എനിക്ക് ഞാനായിട്ട് നിൽക്കാനാണ് ഇഷ്ടം. അതിനിപ്പോ നമുക്ക് നേരെ ആരെന്തും മോശമായിട്ട് പ്രതികരിച്ചാലും തിരിച്ചു പ്രതികരിക്കും ഞാൻ. ഇത്രയ്ക്കും തൊട്ടവാടിയായ എനിക്ക് തോന്നുന്നു ചിലപ്പോ കാണുമായിരിക്കും, പക്ഷെ പ്രതികരിക്കേണ്ടത് ഞാൻ പ്രതികരിക്കും അല്ലേ? ആണോ? പിന്നെ ഞാൻ എന്തല്ല എനിക്ക് ഞാൻ പറഞ്ഞത് വെച്ചാൽ മോശമായിട്ട് എന്റെ അടുത്ത് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. ഈ ചില കമന്റുകൾ ഇപ്പൊ ഇവള് നേരത്തെ പറഞ്ഞു, ചില കമന്റുകൾ നമ്മൾ കണ്ട് ഞാനൊക്കെയാണെങ്കിൽ ചുമ്മാ വിട്ടുകളയും. ഞാൻ വിടത്തില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്ത കമന്റ് ഞാൻ നല്ല പറയും, നല്ല ചീത്ത പറയും. ആണോ? അത് അവർക്ക് തിരിച്ച് മെസ്സേജ് ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. DM പോയി മെസ്സേജ് അയക്കും അവർക്ക്. ആണല്ലേ? എപ്പോഴും കൊടുക്കും, ഇന്നലെയും കൂടെ കൊടുത്തതേ ഉള്ളൂ. ആണോ?
അപ്പൊ അങ്ങനെ കുറെ ശത്രുക്കളെ ഉണ്ടാക്കി ഉണ്ട്, വെക്കുന്നുണ്ട് ഉണ്ട്, ഇപ്പൊ. ഉണ്ട്. എന്നിട്ട് ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യും. പറഞ്ഞിട്ട് കൊടുത്തിട്ടേ ബ്ലോക്ക് ചെയ്യൂ. Block ചെയ്യുള്ളൂ. എന്ത് വെറുതെ നമ്മൾ അവരെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ആ. നമ്മളെ ഇഷ്ടത്തിന് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങി നമ്മൾ ഇഷ്ടത്തിന് നമ്മൾ വസ്ത്രം ധരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഗേൾസ് മേക്കപ്പ് ചെയ്യുന്നു, അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ. എന്തിനാണ് അവര് വീട്ടിൽ നിന്നുകൊണ്ട് ചൊറിയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പോ ഒന്നെങ്കിൽ അസൂയായിരിക്കും, ഇല്ലെങ്കിൽ വെറുതെ ഒരു ജോലിയും പണിക്കൊന്നും പോവാതെ വീട്ടിനകത്ത് ചൊറിയും കുത്തി ഇരിക്കുന്നവരായിരിക്കും ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. ഓക്കെ. അപ്പൊ അവർക്ക് കൊടുക്കണ്ടേ? അപ്പൊ അവരെ അങ്ങോട്ട് വിളിച്ചല്ല, മെസ്സേജ് പേഴ്സണലായിട്ട് ഞാൻ പറയും ഹലോ, തിരിച്ച് ഹായ്, എന്താ നിന്റെ അസുഖം എന്ന് ഞാൻ ചോദിക്കും. ഞാൻ എന്ത് ചെയ്തു, ഇത് താനല്ലേ ഈ കമന്റ് ഇട്ടത്, തനിക്ക് എന്നിട്ട് തന്റെ അക്കൗണ്ടിൽ വന്ന് കമന്റ് ഇടുന്നില്ല, തനിക്ക് 3-4-7 പേര് ഫോളോവേഴ്സ് ഉണ്ട്, എന്നിട്ട് ഇയാൾ എന്തിനാണ് എന്റെ അക്കൗണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇടുന്നത്? അത് സോറി കേട്ടോ, അത് താൻ എനിക്ക് മെസ്സേജ് ഇട്ടില്ലല്ലോ എന്ന് ഞാൻ ചോദിക്കും. അല്ല, ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് കമന്റ് ഇട്ടാലേ താൻ എനിക്ക് മെസ്സേജ് അയക്കുള്ളൂ, അത് തനിക്ക് എങ്ങനെ അറിയാം? അത് അങ്ങനെയുള്ളവരുണ്ട്. ആണല്ലേ? നമുക്ക് സ്ഥിരം ചിലപ്പോ മെസ്സേജ് അയക്കും, എന്നിട്ട് ഏറ്റവും ലാസ്റ്റിൽ ഇത്ര ജാട കാണിക്കുന്നത് ഇതൊക്കെ ചെറുതാ, ഇതൊന്നും ഞാൻ കമന്റ് അങ്ങനെ നോക്കാം, ഇതൊന്നും അല്ല, ഇതിന് അതുക്കും മേലെ. ഏറ്റവും കൂടുതൽ അനുവിനെ വിഷമിപ്പിച്ച ഒരു കമന്റ് എന്തായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ മേളിൽ അനു ഒരുപാട് കരഞ്ഞിരിക്കുന്നത്? കമന്റ് കണ്ട് കരഞ്ഞിട്ടൊന്നുമില്ല, ഇല്ല. ദേഷ്യം വന്ന് ചീത്ത പറഞ്ഞിട്ടുണ്ട്. അത് ഏത് കമന്റ് ആയിരുന്നു? തള്ളേന്ന് വിളിച്ചോ? തള്ള മുതുക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അനുവിനെ കണ്ടിട്ടാ? പിന്നെ എന്ത് പുട്ടി വാരി ഇട്ടിരിക്കുന്നു, പിന്നെ വേറെ ഇതൊന്നും പ്രശ്നമില്ല. എന്റെ ഇപ്പൊ ഈ ഇടയ്ക്ക് എന്തോ കമന്റ് ഇട്ടേ, അത് പറയാൻ കൊള്ളാത്ത എന്തോ ചീത്ത വേടായിരുന്നു. ചീത്ത വേട്, കാരണം ഞാൻ ഇപ്പൊ ഒരു ഇൻസ്റ്റാഗ്രാമില് എനിക്കും കൂടെ വരും, കൊളാബിടുമ്പോ അല്ല, ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഇത്, പൊതുവെ സെലിബ്രിറ്റിയിൽ ആരും ഞാൻ പല ആർട്ടിസ്റ്റുകളുടെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ ജസ്റ്റ് കമന്റ് നോക്കാറുണ്ട്, അതിൽ കുറെ നെഗറ്റീവ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, ഇതൊക്കെ എന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, ഇവർക്ക് ഡിലീറ്റ് കളഞ്ഞൂടെ, അല്ലെങ്കിൽ പോട്ടെ ഇവർക്ക് തിരിച്ച് റിപ്ലൈ എന്തെങ്കിലും കൊടുത്തൂടെ. ചില ആർട്ടിസ്റ്റ് നമ്മൾ അനുസരിച്ചേ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എവിടെ അത്, ഈ ഒരു സംഭവം, അത് അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരുന്നു. ഇതിൽ ഞാൻ മാന്യം പറ്റാന്ന് എനിക്ക് തോന്നിയത് മാന്യമായിട്ടാണ് വസ്ത്രം ധരിച്ചിരിക്കുന്ന. പിന്നെ വസ്ത്രം ധരിക്കുന്നതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്, എങ്ങനെ ധരിക്കണം എങ്ങനെ ധരിക്കണ്ടെന്നുള്ളത്. ഇതിട്ടിട്ട് ഇതിന്റെ താഴെ വന്നിട്ട് പറയാൻ കൊള്ളാത്തൊരു നമ്മുടെ ബോഡി പാർട്ടിനെ വെച്ചൊരു സംഭവം, ഒരു ബ്രസ്റ്റിനെ പറ്റിയ ഒരു മോശമായിട്ട്, അതും റിയൽ അക്കൗണ്ട്, അത് ഫേക്ക് അക്കൗണ്ടൊന്നും അല്ല, ഒരു അക്കൗണ്ട്, അതും അയാളുടെ കുഞ്ഞുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ, പ്രൊഫൈൽ പിക്ക്. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ അയാളുടെ പ്രൈവറ്റ് അക്കൗണ്ടാ, പോസ്റ്റ് ഞാൻ നോക്കും എത്ര പോസ്റ്റാണ് അയാൾ ഇട്ടിരിക്കുന്നത്, കാരണം ഒരു 10-12 ആണെങ്കിൽ അയാൾ റിയൽ അക്കൗണ്ട് എനിക്ക് മനസ്സിലാവും. കുഞ്ഞിന്റെ ഫോട്ടോയും കൂടെ ഇട്ടിരിക്കുന്ന സെൽഫി. ഞാൻ മെസ്സേജ് അയക്കും, ഇത് നിങ്ങൾ ഇട്ട കമന്റ് അല്ലേ എന്ന് ഞാൻ ചോദിക്കും. നിങ്ങളുടെ വീട്ടില് വൈഫും ഒരു മോള് വളർന്നു വരുന്നതല്ലേ, ആ കുട്ടി വലുതാകുമ്പോൾ ആ കുട്ടിയുടെ മോശമായിട്ട് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ എടുക്കാന്നൊക്കെ ചോദിച്ചു. അപ്പൊ അയാൾ പെട്ടെന്ന് കമന്റ് പോയി നോക്കിക്കളഞ്ഞു, അതിന് മുന്നേ ഡിലീറ്റ് കളഞ്ഞു. അത് ഞാനല്ലേ ഇട്ടത്, എന്റെ ഫ്രണ്ട് ഫോൺ മേടിച്ച് കമന്റ് ഇട്ടതാന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ സൈബറിൽ കംപ്ലൈന്റ് ചെയ്യും, 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ വീട്ടിൽ പോലീസ് വന്ന് പൊക്കും, ഇപ്പോഴത്തെ നിയമങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഈ സെലിബ്രിറ്റികളൊക്കെ എല്ലാ അക്കൗണ്ടിൽ പോയി കമന്റ് ഇടുന്നത് പോലെ എന്റെ അക്കൗണ്ടിൽ, ഞാൻ മാന്യമര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, എന്റെ അക്കൗണ്ടിൽ വന്ന് കമന്റ് ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ പൊക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ അയാളെ മാക്സിമം ഞാൻ അയാളെ പേടിപ്പിക്കും, ഭയങ്കരമായിട്ട് പേടിപ്പിക്കും, നന്നായിട്ട് പേടിപ്പിക്കും. അപ്പോഴൊക്കെ സോറി, പിന്നെ വോയിസ് മെസ്സേജുകൾ, സോറി എനിക്കൊരു ഭാര്യയും കുഞ്ഞും ഉള്ളതാണ്, അയ്യോ ഒന്നും ചെയ്യില്ലെന്ന്. കാരണം അയാൾ ഇനി ആരുടെ അക്കൗണ്ടിൽ പോയി അങ്ങനെ ഇടാൻ പാടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു എന്തെങ്കിലും അനീതി അല്ലെങ്കിൽ അൺഫെയർ ആയിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ശരിക്കും ഈ പറയുകയല്ല, അവിടെ ഒരു ആക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ആണോ? പിന്നെ ഇതുപോലെ ട്രെയിനില്, പോലീസിലാണെങ്കിലും, പിന്നെ പോലീസിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്, കൈ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ബസ്സിലും ട്രെയിനിലൊക്കെ ചോദിച്ചു മിസ്ബിഹേവ് ചെയ്തവർക്കൊക്കെ. പിന്നെ ഞാൻ ബസ്സിലും ട്രെയിനിലൊക്കെ പോകുമ്പോ പർദ്ദയാണ് യൂസ് ചെയ്യുന്നത്. പർദ്ദയൊക്കെ ഇട്ട സമയത്ത്, ഈ ഇടയ്ക്ക് ട്രെയിനിൽ പോയ സമയത്തും ഇരിക്കുന്ന സമയത്ത് ഞാൻ പബ്ലിക്കായിട്ട് പറയാം, പല പെൺകുട്ടികളും ഒന്നും പ്രതികരിക്കത്തില്ല, പെട്ടെന്ന് അയ്യോ വേണ്ടെന്നുള്ള രീതിയിൽ അങ്ങ് ഒഴിഞ്ഞു മാറും. പക്ഷെ ഞാൻ പ്രതികരിക്കും, കാരണം എനിക്ക് അമ്മ ഫുൾ കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയ സമയത്ത് ഒരു 3 വർഷം അമ്മ എന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ തനിയെ എല്ലായിടത്തും, കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ഞാൻ തനിയാണ് പോകുന്നത്. അപ്പൊ എവിടെയും ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ പോയ സമയത്ത് ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഞാൻ ഉറങ്ങുക, അപ്പൊ എൻ്റെ അടുത്ത് ഇരുന്ന സമയത്ത് ഞാൻ കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്, ബാഗ് എന്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്, ഹാൻഡ് ബാഗ്. അപ്പൊ ഇയാൾ അടുത്തിരുന്നിട്ട് എന്റെ ബ്രസ്റ്റിൽ ഇങ്ങനെ തൊടുന്നതായിട്ടിരിക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർക്ക നോക്കിയപ്പോ അയാൾ പെട്ടെന്ന് കൈ പെട്ടെന്ന് മാറ്റി. അപ്പൊ ഇയാള് പെട്ടെന്ന് മാറ്റുമ്പോൾ ഒരു കള്ള ലക്ഷണം ഒരാളുടെ ഫേസിൽ എനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട്, പർദ്ദ ഷോൾ ഇട്ടിട്ടുണ്ട്, എല്ലാം ഇട്ടിട്ടുണ്ട്. ഞാൻ ആരാന്നൊന്നും അവർക്ക് ആർക്കും അറിയത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു,
എനിക്ക് കയ്യിൽ നഖം വളർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കയ്യിലിരുന്ന ബാഗും ബോട്ടിലും എടുത്ത് ഞാൻ അയാളെ തലക്കടിച്ചു, മുഖത്തടിച്ചു, കൈ കൊണ്ട് അയാളുടെ പുറത്ത് ഫേസിൽ വാന്തി. അത് മുറിഞ്ഞു കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷെ കണ്ടക്ടറൊക്കെ വന്നിട്ട് അയ്യോ വിട്ടേരെ ഇയാള്, എന്നിട്ട് ഇയാള് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിനകത്ത് ചാടുക. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കൊടുക്കളൊക്കെ കൊടുത്തു. പക്ഷെ കൂടെ എന്താ എനിക്ക് ഇപ്പോഴത്തെ ഈ ഒരു സമൂഹത്തില് നമുക്ക് ഒരു പെൺകുട്ടി ആരെങ്കിലും മോശമായിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആൾക്കാരെ വെറുതെ കൈയും കെട്ടി കണ്ടോണ്ടിരിക്കുന്നു. എന്ത് മനുഷ്യരാന്തോ, പ്രതികരിക്കുന്നില്ല അവര്. വിട്ടേരെന്ന്. ഇപ്പൊ അവരുടെ കുടുംബത്തിലൊരാളെയാണ് ഇങ്ങനെ ഉപദ്രവിക്കുകയോ ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെയായിരിക്കും ചെയ്യുക. വിട്ടേരെ മോളെ പോട്ടെ എന്നാണോ പറയണ്ടേ? അപ്പൊ അത് ചോദിച്ചിട്ടുണ്ടാവില്ലേ? ഞാനോ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് മനുഷ്യരാണ്, കഷ്ടം എന്ന് പറഞ്ഞു. പക്ഷെ ആർക്കും എന്നെ മനസ്സിലായിട്ടില്ല കേട്ടോ. അതെ, മനസ്സിലാവില്ല ഇങ്ങനെ മാസ്ക്. പക്ഷെ സൗണ്ടിലൂടെ ആർക്കൊക്കെ മനസ്സിലായി തോന്നുന്നു. പിന്നെ ഞാൻ പോയിരുന്നു, എൻ്റെ അടുത്ത് ബസ്സിലെ ആള് പറഞ്ഞു ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഒരു ആന്റി അടുത്ത് പോയിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളെ ഈ ഒരു 10 വർഷത്തിനകത്ത് കോളേജ് പഠിക്കുന്ന സമയത്ത് കോളേജ് ബസ്സിൽ പോകുമ്പോൾ ഈ പറയുന്ന പയ്യന്മാരെ തന്നെയാണ്, ഒരു 10-30 വയസ്സിനകത്തുള്ളവർ ബാക്കിൽ വന്നിട്ട് ഈ ബസ്സിനകത്ത്, അത് ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇരുന്നിട്ട് ബസ്സിൽ കമ്പിയുടെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കൈ വെച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ പിടിച്ച സമയം അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു മനുഷ്യർ പ്രതികരിച്ചില്ല. ആ കൊച്ചു നിന്ന് കരയുക. എന്റെ സീനിയർ ആയിരുന്നു വിമൻസ് കോളേജിൽ, അവൾ വിമൻസ് കോളേജിലും ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു. അപ്പൊ അവൾ നിന്ന് കരയുന്ന, അവളുടെ ഫ്രണ്ട് നിന്നിട്ട് ഒരു മനുഷ്യർ പ്രതികരിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നു. എനിക്കിത് കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ഒരു മനുഷ്യരാണോ എന്ന് പറഞ്ഞ് ഞങ്ങളെ ചവിട്ടി, ഞാൻ കഴുത്തിൽ ചവിട്ടി അയാളെ ചവിട്ടി. ഒരു ബസ് ഞാൻ പറഞ്ഞു കണ്ടക്ടറിന് ചോദിച്ചിട്ട് വണ്ടി നിർത്താൻ പറഞ്ഞു. അങ്ങനെ പോലീസ് വന്നു, ഞങ്ങളടുത്ത് വരാൻ പറഞ്ഞു, സ്റ്റേഷനിൽ വരാൻ. പിന്നെ അയാൾ പറഞ്ഞു, ആര് പറഞ്ഞു, കൂടെ നിന്ന പോലീസ്. അപ്പൊ പറഞ്ഞു SI പറഞ്ഞു വരണ്ടാന്ന് പറഞ്ഞു, പെൺകുട്ടികൾ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഇയാളെയും കൊണ്ട് മറ്റേ പെൺകുട്ടിയുടെ അടുത്ത് വരാൻ പറഞ്ഞു, പാരന്റ്സിനെ വിളിച്ചോണ്ട്. പിന്നെ എന്തായെന്ന് എനിക്ക് പിന്നെ വിട്ടു തോന്നുന്നു, എനിക്ക് അറിയത്തില്ല അതിനുശേഷം. അങ്ങനെ ഒരു മനുഷ്യർ പ്രതികരിക്കത്തില്ല ഇപ്പോ, ആരും പ്രതികരിക്കത്തില്ല. വളരെ കുറച്ച് നല്ല ആൺകുട്ടികളാണെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം പയ്യന്മാര് പ്രതികരിക്കും ഇപ്പോ, അല്ലാതെ ഒരു മനുഷ്യര് പ്രതികരിക്കില്ല. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും കൂടെ നമ്മുടെ കൂടെ സപ്പോർട്ടിന് അവിടെ കാണുന്നില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളായി ഈ മുതിർന്ന ആൾക്കാര് പ്രതികരിക്കുന്നില്ല. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാവുന്നത്. സെറ്റിൽ എവിടെയെങ്കിലും ഇങ്ങനെ അങ്ങനെയൊന്നും ഇതുവരെ അങ്ങനെ അത് എൻ്റെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, പല ഇന്റർവ്യൂവിലും ചോദിച്ചിട്ടുണ്ട്. നമ്മളെ ലൊക്കേഷനിൽ ഇപ്പൊ തന്നെ അറിയാലോ, അതില് നമ്മുടെ സീരിയൽ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോന്ന്. എനിക്കിതുവരെ അങ്ങനെ മോശം അനുഭവങ്ങൾ, ഇപ്പൊ പണ്ടൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ വന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായ കാര്യം എന്ന് വെച്ചാൽ ഞാനും അമ്മയായിരുന്നു പൊക്കോണ്ടിരുന്നത്. നമ്മൾ ഫസ്റ്റ് കയറിയ സമയമാണല്ലോ. ആദ്യം കയറിയ സമയത്തൊക്കെ അച്ഛൻ കാറിൽ കൊണ്ടാക്കും, പിന്നെ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാനും കൊണ്ടാക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് അങ്ങ് പോകണമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിലാണ് പൊക്കോണ്ടിരിക്കുന്നത്, KSRTC ബസ്സിൽ, ഞാനും അമ്മയൊക്കെ ആയിട്ട്. പക്ഷെ ഇവർ ഞങ്ങളെ ലേറ്റ് ആയിട്ടാണ് വിടുന്നത്. ഞങ്ങളൊന്ന് കൊണ്ടാക്കിയോ ഞങ്ങൾക്ക് ടീ തരുകയോ ഞങ്ങളെ വഴിയിലിറക്കി അങ്ങ് വണ്ടിയിൽ ഇറക്കി വിടും. ഞങ്ങൾക്ക് പാതിരാത്രി 11-12 എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ കാര്യങ്ങളൊക്കെ. ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോഴേക്കും എനിക്കൊരു വാശിയുണ്ടായിരുന്നു, എവിടെയെങ്കിലും എത്തണം, സ്വന്തമായിട്ടൊരു കാറ് മേടിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഹാപ്പിയാണ്. അതൊക്കെ എപ്പോഴായിരുന്നു അനു ഇതൊക്കെ? ഈ ഒരു ഫീൽഡിൽ കയറി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊരു സീരിയൽ ചെയ്യുന്ന സമയത്തായിരുന്നു, ആ സീരിയലിന്റെ പേരൊന്നും പറയുന്നില്ല, സമയത്ത് പേയ്മെന്റ് ഇഷ്ടം കൊണ്ട് പോകുന്നതാണ്, ഭാഗ്യം കൊണ്ടാണ് വിളിക്കുന്നത്. പക്ഷെ ചെയ്യുന്നതെന്ന് വെച്ചാലേ നമ്മളെ ഒരു 10-11 മണിക്ക് ഈ പേരൂർക്കട തമ്പാനൂര് നമ്മൾ പേരൂർക്കട ഇറക്കി. അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകുന്ന, ഞങ്ങൾ ഇവിടെ ആര്യനാടായിരുന്നു, അവിടെ നിന്ന് 30 കിലോമീറ്ററാണ്. അപ്പം അവിടെ നിന്ന് അപ്പൊ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, അമ്മ ഭയങ്കര പാവമാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ്. നമ്മുടെ അടുത്തൊക്കെ മോശമായിട്ട് ആരെങ്കിലും ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാനൊക്കെ അറിയാം. അങ്ങനെ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ ഒരു 11-12 മണിക്കൊക്കെ ഷൂട്ട് കഴിഞ്ഞാലും വിടത്തില്ല, പിടിച്ചിരുത്തിക്കും. കാരണം ഒരു വണ്ടിയേ ഉള്ളൂ, നഷ്ടമല്ലേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടാനായിട്ട്. നമ്മളിപ്പോ വന്ന ആർട്ടിസ്റ്റ് അല്ലേ, സീനിയർ ആർട്ടിസ്റ്റ് അല്ലല്ലോ. അപ്പൊ നമ്മളൊക്കെ ആ സമയത്ത് വന്ന ടൈമിൽ നമ്മളെ 11 മണി, നമുക്ക് ഇത്രയും ദൂരം പോകണമെന്ന് പറഞ്ഞപ്പോലും 11 മണിക്കും 12 മണിക്കും അതോടുകൂടി ഞാൻ സീരിയൽ നിർത്തി. അത് ആ സമയത്ത് മാത്രമല്ലേ, ഇപ്പോഴും ഉണ്ട്. 11-12 മണിക്കൊക്കെ പിടിച്ചിരുത്തിക്ക്. എന്തിനാണ് പെൺകുട്ടികളെയൊക്കെ അവരെ പാരന്റ്സ് പിടിച്ചിരുത്തിക്കുന്നത്? ഇപ്പോഴും ഉണ്ട് കേട്ടോ. സ്റ്റാർ വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണ്. സ്റ്റാർ വാല്യൂ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഉറപ്പായിട്ടും. ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മള് കുറച്ച്
അറിയപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവർ പ്രതികരിക്കുമല്ലോ. ഇപ്പൊ ഈ ആദ്യമായിട്ട് വരുന്ന കുട്ടികൾ പ്രതികരിക്കാൻ നിൽക്കില്ല. അതെ. അവര് വിചാരിക്കുന്ന ഇപ്പൊ വരുന്ന കുട്ടികൾക്ക് എന്താ പേടിന്ന് അറിയാമോ? ഈ പേടി തന്നെ ഇപ്പൊ ഉള്ള കുട്ടികൾക്കുള്ള പേടിയായിരുന്നു എനിക്കും. പറഞ്ഞു വിടുവോ, ഇനി കട്ട് ചെയ്ത് കളയോ, കൊന്നു കളയോ, ഇങ്ങനെയുള്ള കുറെ പേടികളുണ്ട് കുട്ടികൾക്കൊക്കെ. അഭിനയിക്കുള്ള ആഗ്രഹം കൊണ്ട് വരുന്ന പെൺകുട്ടികളാണ് ആൺകുട്ടികളുമാണ്. കുട്ടികളുടെ മാത്രമല്ല, ഇനിയിപ്പോ അമ്മ ക്യാരക്ടർ ആണെങ്കിലും ഇനി എന്ത് ക്യാരക്ടർ ആണെങ്കിലും. അപ്പൊ ഇവർക്കൊക്കെ ഒരു സീനായിരിക്കും ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇവർക്ക് തമ്പാനൂരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിലോ ബസ് സ്റ്റോപ്പിലോ ഇറക്കി വിടണമെങ്കിൽ 11-12 മണിക്കൊക്കെ പിടിച്ചിരുത്തിയിരിക്കും. ഇവർക്കൊക്കെ എന്ത് ദൂരം പോവേണ്ടവരാ. നാളെ സമയത്ത് ആ കുട്ടികൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതൊന്നും ഇങ്ങനത്തെ ഈ പ്രൊഡക്ഷന്റെ സൈഡിൽ പ്രതികരിക്കുന്നില്ല. ഞാൻ പ്രതികരിക്കും. എനിക്ക് വണ്ടി വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയും നാളെ ഞാൻ വരത്തില്ല എന്ന് പറയും. പക്ഷെ ഇപ്പൊ ആരും അങ്ങനെ ചെയ്യത്തില്ല, എന്റെ അടുത്ത് ചെയ്യത്തില്ല. ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന ഇപ്പൊ ഹേമ കമ്മീഷനിലാണേലും ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് ആണ്, നമുക്ക് അത് കിട്ടുന്നില്ല, ഇതൊക്കെ തന്നെയാണല്ലോ. പറയില്ല, കാരണം അവർക്ക് ജീവിക്കാൻ വേണ്ടിട്ട് ആരും ഒന്നും പറയില്ല. പക്ഷെ ഇപ്പൊ അനു പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ പറയാതിരിക്കണോ വേണ്ടത്? നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുള്ളൂ. നമ്മുടെ ആരും മോശമായിട്ട് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമ്മൾ പ്രതികരിക്കണം. നമ്മൾ ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതെ, അങ്ങനെ ആകല്ലേ വേണ്ട. ഇപ്പൊ തന്നെ അനു പറഞ്ഞ പോലെ ഇങ്ങനെ വിഷമിച്ചിരിക്കോ നമ്മളിത് എന്താ പറയാ, കരയുന്നവർ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഒരിക്കലും ഇങ്ങനെ ഇരിക്കരുത്, പറയണം. എനിക്ക് വണ്ടി ഇട്ട് തരാൻ പറ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്തു തരാൻ പറ, പറ്റത്തില്ല എന്ന് പറ. വേറെ മോശമായിട്ടൊന്നുമല്ല, ഈ വണ്ടിയിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ തുടക്കക്കാരിയാന്നുള്ള രീതിയിൽ ഇപ്പം അനു തന്നെ ഫേസ് ചെയ്ത് പോയിട്ട് ഒരുപാട് ഇത്രയും ബോൾഡ് ആയിട്ടുള്ള അനു പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലേ? അന്ന് ഞാൻ പമ്മിയായിരുന്നു. ഈ ഒരു ഫീൽഡ് വന്ന് ഞാൻ കാരണം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, ഞാൻ കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവോ, ഞാൻ കാരണം എന്നെ വിളിക്കാതെ വരുമോ, എന്നെ കൊന്നു കളയോ എന്നുള്ള സീരിയലിനകത്ത് ക്യാരക്ടർ കൊന്നു കളയോ, അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ റിലേറ്റീവ്സിന്റെ ഇടയിലൊക്കെ നമ്മളുടെ ക്യാരക്ടറൊക്കെ ഭയങ്കര ബൂസ്റ്റപ്പ് ചെയ്ത് എല്ലാം ഫേമസ് ആയിട്ടൊക്കെ ഇരിക്കുന്നില്ല. നമ്മൾ എല്ലാവരും ഇടയിൽ കണ്ടോ ഈ ക്യാരക്ടർ ചെയ്യുന്നത്. പെട്ടെന്നൊരു സമയത്ത് എന്റെ ക്യാരക്ടർ കട്ട് ചെയ്ത് കളയുമ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ നാണം കെടുക. മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവരുതെന്ന് ഇപ്പൊ അനുവിന് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ അങ്ങനെ നിൽക്കേണ്ട ആവശ്യം, നമുക്ക് ഇതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ജോലി നമുക്ക് പോണം. അതെ. പക്ഷെ അത് ഇപ്പൊ പറഞ്ഞതല്ലാതെ ഈ വരുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇതൊരു പാഷനായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ചേച്ചി. അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് അവർക്ക് പൈസയോ അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് അഭിനയം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എനിക്ക് കുഞ്ഞിലുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് അഭിനയിക്കാൻ. എനിക്ക് ഈ ഒരു ഫീൽഡിൽ വരാൻ പറ്റുമെന്ന് പോലും ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കിട്ടുന്ന വിചാരിച്ച കാര്യമേ അല്ല. അപ്പോ എന്തോ ഒരു ഭാഗ്യം. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുമ്പോഴാണ് കുറച്ചെങ്കിലും കിട്ടുന്നെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ കിട്ടിയതായിരിക്കും എനിക്കിത്. അപ്പൊ നമ്മളത് ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചെന്ന് വെച്ചാല്, നമ്മുടെ ഞാൻ പറയാം സ്റ്റാർ മാജിക്കില് അവരെല്ലാം നമുക്ക് ചെയ്തു തരും കേട്ടോ. അങ്ങനെ ഈ സമയത്ത് വിടാൻ പറഞ്ഞത് വിടും. ചേട്ടാ എനിക്ക് ഇത്ര മണിക്ക് പോണം, പൊക്കോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിടും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. നമ്മളൊരു എല്ലാരും അങ്ങനെയല്ല എല്ലാരും അതിനകത്ത് ഒരു ചില ആൾക്കാർ അങ്ങനെയുണ്ട്. എല്ലായിടത്തും നല്ലതും ചീത്തയും ഉണ്ടല്ലോ. ഇപ്പൊ ഈ പറയുന്ന പോലെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ധാരാളം ഒരുപാട് പെൺകുട്ടികൾക്ക് ഉണ്ടാവും അനുഭവം പറയാൻ. പക്ഷെ അതേപോലെ തന്നെ നിങ്ങൾ ആൺകുട്ടികളും ഇത്തരത്തിലുള്ള ഇങ്ങനെ അവോയ്ഡ് ചെയ്യുക, നിഗ്ലക്ട് ചെയ്യുക, നിങ്ങൾ തള്ളി മാറ്റുക, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ജീവൻ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ തുടങ്ങിയ സമയത്തല്ല, അത് മാത്രമല്ല ഞാനൊരു ജിംബൂമ്പ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞ സമയത്ത് അപ്പൊ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം. അത് കഴിഞ്ഞിട്ട് ഒരു സീരിയൽ എന്നെ ഇങ്ങനെ വിളിക്കുന്നു. അപ്പൊ വിളിച്ച് അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്താന്നറിയത്തില്ല, അവർക്ക് എന്നെ വേണ്ട. പക്ഷെ അത് അവർക്ക് ഒന്ന് തുറന്നു പറയാനും എന്റെ അടുത്തൊരു പറ്റുന്നില്ല, നേരിട്ട് വന്ന് പറയാനൊരു മടി. അപ്പൊ കൺട്രോളറിന്റെ അടുത്തപ്പോ ഞാനിങ്ങനെ നോക്കുമ്പോ അവരിങ്ങനെ അവിടെ ഇവിടെയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇതിപ്പോ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, ഈ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇത് ശരിയാവും തോന്നുന്നില്ല, ക്യാരക്ടറിന് ശരിയാവും തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവര് കൺട്രോളറിന്റെ അടുത്ത് വന്ന് പറയാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി നമ്മൾ ഡ്രസ്സ് കുറെ പർച്ചേസ് ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു ഫേമസ് സീരിയലിന് വേണ്ടിയിട്ട് എന്നെ ടൈറ്റിൽ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് പ്രശ്നം ഹൈറ്റ് ആണ്. അപ്പൊ അവിടെ ലൊക്കേഷനിൽ എത്തി ഞാൻ മേക്കപ്പ് ചെയ്ത് ഡ്രസ്സെല്ലാം കോസ്റ്റ്യൂം എല്ലാം ചേഞ്ച് ചെയ്ത് അവിടെ വന്നതിന് ശേഷമാണ് ഇവർ ഈ ഹൈറ്റിന്റെ കാര്യം പ്രശ്നമായിട്ട് വരുന്നത്. അപ്പൊ അവിടെ വെച്ച് ഇത് കണക്കൊരു സംസാരം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അവര് പറയുന്ന ഒരു 10 എപ്പിസോഡ് നമുക്ക് എടുത്ത് ചാനലിൽ കൊടുത്തു നോക്കിയിട്ട് അവരെന്താ പറയണത് നോക്കാന്ന് പറഞ്ഞിട്ട് ഇവര് കൊടുത്തു കഴിഞ്ഞപ്പോ അന്ന് ചാനലിന്റെ ഹെഡ് ആയിട്ടിരുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ സാർ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ അവന്റെ ഹൈറ്റ് ഒന്നും നോക്കണ്ട, അവൻ ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചിട്ട് പെർഫോമൻസ് വെച്ചിട്ട് നിങ്ങൾ അവന്റെ കാര്യം നോക്കിയാൽ മതി, അതിൽ ഓക്കെയാണ്, അതിൽ നിങ്ങൾ നോക്കിയാൽ മതി എന്നുള്ള രീതിയിൽ പുള്ളി തന്നൊരു കോൺഫിഡൻസിന്റെ പേരിലാണ് ആ
വർക്കിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായത്, ബാക്കി അവർക്ക് എല്ലാവർക്കും ഒരു ഇതുണ്ടായത്. ഉം. ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ ആ ഈ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക, നമ്മളെയൊക്കെ ഒരു വേറൊരു നമ്മൾ എന്തെങ്കിലും രീതിയിൽ പഠിച്ചു കഴിഞ്ഞ് വേറൊരു നല്ല ജോലി കിട്ടി കഴിഞ്ഞാൽ ആ രീതിയിൽ നമുക്ക് പോവാം. പക്ഷെ നമുക്കൊരു ഈ ഫീൽഡിനകത്തുള്ള ഇഷ്ടം കൊണ്ടാണ് വരുന്നത്. ഇപ്പൊ തന്നെ ഒരു മനസ്സിലായില്ലേ? ചാനലില് സീരിയൽ ചെയ്ത് ഇത്രയും നല്ല റേറ്റിംഗ് കൊടുത്ത ഒരാളാണ്. അപ്പം ആ ചാനലില് ആ സീരിയൽ എനിക്കൊന്ന് സെക്കൻഡ് ഹീറോയിൻ ആയിട്ട് നിന്നല്ലേ. ഏത്? ഇപ്പം ഞാൻ ചാനലിന്റെ പേര് പറയുന്നില്ല. എന്നിട്ട് ആ ചാനലിൽ നല്ല ഒരുപാട് എപ്പിസോഡ് നല്ല റേറ്റിംഗിൽ പോയിട്ട് ആ ചാനലിൽ സീരിയലിന്റെ ഒരു ഇവന്റ് പോലെ ഇപ്പൊ വന്നിട്ട് അത് ചേച്ചി അവര് ആലോചിക്കണം. വിളിച്ചിട്ടില്ല. ഇപ്പോഴുള്ള സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. എല്ലാരും വിളിച്ചു, ഇവര് കുറച്ചു പേരെ വിളിച്ചിട്ടില്ല. കുറച്ചു പേരെ നല്ല ഞങ്ങളെ എന്നെയും എന്റെ പേരായിട്ട് ചെയ്ത ആളെ മാത്രം വിളിച്ചില്ല. അതെന്തുകൊണ്ടായിരിക്കും എനിക്കറിയത്തില്ല. ഒന്നെങ്കിൽ ആ ലൊക്കേഷനിൽ മോശപ്പെട്ട ഒരാളാണെങ്കിൽ ഓക്കെ, അവൻ വന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അവിടെ ഭയങ്കര തരികടയാണ്. അങ്ങനെ ഒരാളല്ല ജീവൻ. ഞാൻ നോക്കുകയാണെങ്കിൽ ജീവനെ പറ്റി ലൊക്കേഷൻ എല്ലായിടത്തും ഭയങ്കര നല്ല അഭിപ്രായമാണ്. വന്നു കഴിഞ്ഞാൽ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ അവൻ സീൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എത്ര പേര് പറയും, നീ ഇവിടെ കിടന്ന് ഭയങ്കര ചറപ്പറ. പക്ഷെ ജീവൻ എങ്ങനെയാണെന്ന് അറിയുമ്പോൾ ജീവൻ ലൊക്കേഷനിൽ സീൻ കഴിഞ്ഞ് നേരെ എവിടെ ഒന്നെങ്കിൽ അവൻ കാറിൽ പോയിരിക്കും, ഇല്ലെങ്കിൽ വേറെ ഒരു സൈഡിൽ ഇരുന്ന് ഉറങ്ങും. അങ്ങനെയാണ് അവൻ നന്നായിട്ട് ചെയ്യും എന്നൊക്കെ പറയും. എല്ലാ ലൊക്കേഷനിലും എവിടെ ഇനിയിപ്പോൾ എൻ്റെ കൂടെ അഭിമുഖി ചെയ്യാൻ വരുമ്പോൾ പോലും സീൻ കഴിഞ്ഞിട്ട് അവൻ എവിടെയെങ്കിലും പോയി സ്ക്രിപ്റ്റ് നോക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ കാറിനകത്ത് പോയിരിക്കും ചൂട് കാരണം. അങ്ങനെയാണ്, ഒരു ശല്യം ഒന്നുമില്ല. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ട് നിന്നെ ആ പ്രോഗ്രാമിന് വിളിച്ചില്ല, നിന്നെ എന്താ അവോയ്ഡ് എന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അന്വേഷിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ചോദിച്ചു. ഞാൻ ചോദിച്ച സമയത്ത് അവര് തന്ന എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ പ്രൊഡക്ഷൻ സൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വിളിച്ചില്ല, അതായത് സീരിയലുകാർ വിളിക്കാതിരുന്നത് കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, സോറി ഞങ്ങൾ അത് വിട്ടുപോയതാണ് ജീവ, അങ്ങനെ അതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങളുടെ ഒരു സീരിയലില് ഇത്ര എപ്പിസോഡുകൾ നല്ല രീതിയിൽ ചെയ്ത ഒരു ഇതാണ്. അപ്പൊ ഇത് ചാനൽ വൈസ് എന്നുള്ള ആളുടെ അടുത്താണ് ഞാൻ പറഞ്ഞത്, നല്ല രീതിയിൽ ചെയ്ത ഒരാളാണ്. അപ്പം ഒരു 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 കുറച്ചെങ്കിലും ഒരു ഇത് നമ്മുടെ അടുത്ത് ഒരു മര്യാദ കാണിക്കണ്ട, നമ്മൾ രണ്ടുപേരും വിളിക്കാന്നുള്ളത്. ഒന്നും വേണ്ട നമുക്ക് വേറെ ഒരു രീതിയിൽ നമുക്ക് അവാർഡിന് വേണ്ടി വിളിക്കേണ്ട, അല്ലെങ്കിൽ വേറെ ഒന്നിന് പെർഫോമൻസിന് ഒന്നിനു വേണ്ടി വിളിക്കണം. പക്ഷെ ഒന്ന് ജസ്റ്റ് ഇൻവൈറ്റ് ചെയ്യും, ഇങ്ങനെ ഒരു സംഭവം നടപ്പുണ്ട്. ഇത് ഞങ്ങൾ അറിയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇത് ഇൻസ്റ്റയിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ഇതിന്റെ ഓരോ റീലുകളും പോസ്റ്റുകളും വന്നിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായിട്ട് നമ്മൾ അറിയുന്നത്. ശരിക്കും ഭയങ്കര വേദന. ശരിക്കും അവരെ അവോയ്ഡ് ചെയ്തു വളരെ നമുക്ക് അല്ലേ, അങ്ങനെ കാണാൻ പാടില്ല ആരെയും. അപ്പൊ അതിനകത്ത് എന്നിട്ടും പിന്നെ ജീവൻ അവരെ കാണുകയും പിന്നെയും അവരുടെ കൂടെ ഒരു യാത്രയൊക്കെ എന്ന് പറയുമ്പോ അത് അത്ര ഈസി ആയിരുന്നോ നേരത്തെ പോലെ തന്നെ? അല്ല, ഞാൻ പിന്നീട് അങ്ങനെ കണ്ടിട്ടില്ലേ ചേച്ചി അവരെ. ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്ക് നടന്ന സംഭവം ഞാൻ അവരുടെ അടുത്ത് അങ്ങനെ പിന്നെ കാണേണ്ടി വന്നിട്ടില്ല. ഇല്ല, പിന്നെ അങ്ങനെ കാണേണ്ടി ചാനലിന് വേണ്ടി ഒരുപാട് പ്രോഗ്രാമിനും ഡാൻസിനും സ്കിറ്റ് അല്ലേ എന്തൊക്കെ പ്രോഗ്രാമിന് പോയാ ചെയ്തിട്ടുണ്ട്. അതെ. അപ്പം തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നെന്ന് പറയുന്നത് എന്തോ ഒരു ഗ്രൂപ്പിസ്റ്റിന്റെ ഈഗോ ടീം ഉണ്ട് മൊത്തത്തിൽ. ഈഗോ ടീം ഭയങ്കരമായിട്ടുണ്ട്. വേറെ എന്തൊക്കെയോ നമ്മൾ എത്രത്തോളം ജെനുവിൻ ആയിട്ട് നിന്നാലും നമുക്ക് അത്രയും തന്നെ നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് നമുക്ക് എപ്പോഴും ഈ ഇൻഡസ്ട്രിയിൽ നിന്നും റിസൾട്ട് കിട്ടണമെന്നില്ല. അതിന് വേണ്ടത് വേറെ എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങൾ അങ്ങനെയും കൂടെ കളിക്കാൻ നിന്നാൽ. നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ഒരുപാട് പെണ്ണുങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഇത് എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് ഒരു സെറ്റിൽ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ പോയപ്പോ എന്റെ അടുത്ത് ഈ സിനിമയുടെ ഡയറക്ടർ എന്റെ അടുത്ത് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ്, പക്ഷെ എനിക്കത് അറിയത്തില്ല ഇതെങ്ങനെ. ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആളുടെ പേരും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത് എനിക്ക് എങ്ങനെ പ്രതികരിക്കണം എന്ന് അറിയത്തില്ല. എനിക്ക് മോശമായിട്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ പുള്ളി ഗേ ആയിരുന്നു, ടച്ചിങ്ങിലും എല്ലാം അങ്ങനത്തുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് എന്താണ്, ചിലപ്പോ എന്റെ ഒരു അനിയൻ അല്ലെങ്കിൽ ഒരു മോൻ എന്നുള്ള രീതിയിലായിരിക്കും പുള്ളി കാണുന്നത്. എത്ര വയസ്സുണ്ടായിരുന്നു? +2 പഠിക്കുന്ന സമയത്ത്, +2 +1 പഠിക്കുന്ന സമയത്ത്. അപ്പൊ എനിക്ക് ഫസ്റ്റ് അനുഭവമാണ് എന്റേത്. അപ്പൊ നമുക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല, എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പിന്നെ ഇപ്പോഴൊക്കെ ഇരുന്ന് ആലോചിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇത് ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ആലോചിക്കുമ്പോഴാണ്, അയാൾ അന്ന് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് വളരെ ആ ഒരു രീതിയിലാണ് പുള്ളി ചെയ്തത്. അപ്പൊ അത് എന്താ പറയണ്ട, അതൊരു വേറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങനെ അറിഞ്ഞു, അത് പുള്ളി വേറെ ആൾക്കാരുടെ അടുത്തും അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. അപ്പൊ എന്റെ അടുത്തും അങ്ങനെ ആയിരുന്നു പുള്ളി. അത് ഇവർക്ക് മാത്രമല്ല, ലേഡീസിന്റെ കാര്യം മാത്രമല്ല, ലേഡീസിനാണ് കൂടുതൽ സംഭവിക്കുന്നത്. പക്ഷെ നമ്മളും പറയാതിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പൊ ഈ പറയാതിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആണുങ്ങളിൽ പറയാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, മിണ്ടാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിനുശേഷം എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞാൽ ഇനി അങ്ങനത്തെ ഒരു അനുഭവം വന്നപ്പോ ഉറപ്പായിട്ടും പറയുകയും ചെയ്യും, പ്രതികരിക്കുകയും ചെയ്യും. ആ ടൈമിൽ പ്രതികരിക്കണം. ആ ടൈമിൽ വേണ്ടില്ല, പ്രതികരിക്കും.
അപ്പൊ ഇവരെല്ലാവരും നിങ്ങൾക്ക് എല്ലാവരും ഇത്രയും പാഷനേറ്റ് ആയിട്ടാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് അതെ, അതെ. വരുന്നത്. വേറൊന്നും ഒരുപക്ഷെ ചെയ്യാൻ അറിയില്ല. പിന്നെ ഇഷ്ടം കൊണ്ട് പോകുന്നവരും ഉണ്ട് അതെ, അത് വേറെ അവരെ നമുക്ക് ബ്ലെയിം അതെ, ചെയ്യാം. അതെ, അത് അതെ. അവര് വില്ലിങ് ആയിട്ട് അവര് പോകുന്ന അതെ, അതെ, ആൾക്കാരാണ്. അതെ. അത് ഒബ്വിയസ്ലി അങ്ങനെ പോയിട്ടും കംപ്ലൈന്റ് കൊടുക്കുന്നവരും ഉണ്ട്. അതെ, അവരാഗ്രഹിച്ചത് കിട്ടാത്തപ്പോൾ കിട്ടാത്തതുകൊണ്ട്. അവരോട് അതെ, അതെ. കംപ്ലൈന്റ് ചെയ്യും. അതും നടക്കുന്നുണ്ട്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അവര് എന്തായിക്കോട്ടെ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവർ ഒരുപാട് ഇഷ്ടത്തോടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്നും അവര് അത് കഴിയുമ്പം ഇങ്ങനത്തെ ഒരു ചീത്ത ഒരു അനുഭവം അവർ കിട്ടുമ്പോഴേ ചിലർക്ക് വേറൊന്നും ചെയ്യാൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് ഇതങ്ങ് നേരത്തെ അനു പറഞ്ഞില്ലേ, സഹിച്ചും ക്ഷമിച്ചും അങ്ങ് ഇതായി പോവാണെന്ന്. അങ്ങനെ അങ്ങനെ ഇതിന്റെ ഒരു വിക്ടിമായി പോകുന്നവര് ഇപ്പൊ നമ്മുടെ ഇതിനകത്തുണ്ടല്ലോ ഒരുപാട് പേര്. അങ്ങനെ ഇപ്പൊ കാണുമായിരിക്കും, അതെ, ഉറപ്പായിട്ടും കാരണം കാണുമായിരിക്കും. ആ കുട്ടികൾക്ക് ഉം. കടിച്ചു പറിച്ചിട്ട് എന്നാലും എനിക്കിത് നടക്കണം, അതെ, ഇതിനു വേണ്ടിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും ഇവിടെ വരെ വരുന്നത്. എത്തിയത് തന്നെ. അപ്പൊ അവരോട് എന്താ ഇപ്പൊ നിങ്ങളുടെ ഒരു ഇത്രയും നല്ല നിങ്ങൾ ഇപ്പൊ ഭയങ്കര ബോൾഡ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അപ്പൊ അങ്ങനെ അവളോട് നിങ്ങൾക്ക് എന്തൊരു മെസ്സേജാ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പണ്ട് ഈ പറയുന്ന പോലെ സീരിയൽ കഴിഞ്ഞതിന് ശേഷം സിനിമ ചെയ്തില്ല, സോറി, സീരിയൽ കഴിഞ്ഞ സമയത്ത് സിനിമയാണെങ്കിലും എന്ത് പ്രോഗ്രാം ആണെങ്കിലും കഴിഞ്ഞ സമയത്ത് ഈ വണ്ടിയുടെ പ്രശ്നം, അതൊന്ന് ലേറ്റ് ആയിട്ട് വിടുന്നത്, കൊണ്ടാക്കുന്നത്, വഴി ഇറക്കി വിടുന്നത്, അങ്ങനെയൊക്കെ പ്രശ്നം വരുമ്പോ ഞാൻ പ്രതികരിക്കാൻ പോകത്തില്ല. ഞാൻ പിറ്റേ ദിവസം ചേട്ടാ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പോയത്, ഞാനും അമ്മയും കൂടെ ഇങ്ങനെയാണ് വണ്ടി കയറിയാണ് പോയത് ചേട്ടാ, രാവിലെ ഇന്ന സമയത്ത് 6 മണിക്ക് എത്തണമെന്ന് പറയുകയും ചെയ്യും. കൊണ്ടാക്കുന്നത് 11 മണിക്കും 12 മണിക്കും, വീട്ടിൽ എത്തുന്നത് 1 മണി 2 മണി, കുളിച്ച് റെഡിയായി ഉറങ്ങുമ്പോ 3 മണി, അതിനിടയ്ക്ക് ഞാനും ഉറങ്ങത്തില്ല, അമ്മ പിന്നെ ചെറുതായിട്ടൊന്നും ഉറങ്ങാത്ര തന്നെ. പിന്നെ വീണ്ടും 5 മണിക്ക് എണീറ്റാണ് നമ്മൾ പോകുന്നതൊക്കെ. അപ്പൊ ഞങ്ങള് അപ്പൊ എന്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിൽ അവർ കട്ട് ചെയ്ത് കളയും, അവരിങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും. അതെ, അതെ. എന്തിനാ, അതിന്റെ ആവശ്യമില്ല. നമ്മളെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവം എന്നായില്ലെങ്കിൽ നമുക്ക് കിട്ടും. അപ്പം ഇനി നമുക്ക് അങ്ങനെ ഇങ്ങനത്തെ ഒരു പറയാ ഇപ്പോഴൊക്കെ കുറച്ച് കുട്ടികളുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ കണ്ടതാണ്, പറയും 7 മണിക്ക് എത്തണം, അനുവില്ല ഈ കുട്ടി മോക്ക് 7 മണിക്കാണ് ഫസ്റ്റ് സീൻ വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോ ഈ കുട്ടി പോയിട്ട് വരുന്നത് കൊല്ലത്തുനിന്നാണെന്ന് വിചാരിച്ചു. ഫസ്റ്റ് അങ്ങനെയാണെങ്കിൽ പറയും, സോറി ചേട്ടാ എനിക്ക് 7 മണിക്കൊന്നും എത്താൻ പറ്റത്തില്ല ചേട്ടാ, ഒരു 8-8:30, കാരണം എനിക്ക് ബസ് അവിടെ നിന്ന് ഇങ്ങനെ ഉള്ളൂ, അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് എത്തുമ്പോ അവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ 7:30, ലൊക്കേഷൻ വരുമ്പോൾ ഇത്ര സമയമായിരിക്കും ചേട്ടാന്ന് പറയും. അപ്പൊ ഉടനെ ആ മനുഷ്യൻ എന്താ വിജയിക്കുന്ന അറിയാം, പുതിയ കുട്ടിയല്ലേ, ഓ ഇത് അഹങ്കാരമാണല്ലോ, ജാടയാണല്ലോ, ഇത് മാറ്റാൻ സമയമായി. പക്ഷെ ഇത് കണക്ക് 7 മണിക്കെന്ന് പറയുമ്പോ അങ്ങനെ നമ്മള് എത്തിയ സമയം നമുക്കുണ്ടായിരുന്നില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സിറ്റുവേഷൻ എന്താണെന്നോ ഒന്നും മനസ്സിലാക്കുന്നില്ല, ആരും മനസ്സിലാക്കുന്നില്ല. പക്ഷെ മനസ്സിലാക്കുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. ജീവൻ പറഞ്ഞ അത് പറയൂ. നമുക്ക് അല്ല, നമുക്ക് അങ്ങനെ ഒരു സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് എന്റെ വീട് കടക്കല. അപ്പൊ പണ്ട് ഈ ഷൂട്ടിന് വരുന്ന എല്ലാം എന്റെ അച്ഛനായിരുന്നു കൂടെ വന്നോണ്ടിരുന്നത്. ഞാനും അച്ഛനും കൂടെയാണ് എല്ലായിടത്തും പോകുന്നത്. എനിക്ക് ഷൂട്ടുള്ള സമയത്ത് അച്ഛൻ ബാങ്കിൽ നിന്ന് ലീവ് എടുത്ത് അങ്ങനെ വരുമായിരുന്നു. അപ്പൊ സീരിയലിലൊക്കെ പോകുന്ന സമയത്ത് അവര് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സീരിയൽ ഷൂട്ട് ചെയ്ത് ഒരു 10 മണി വരെ അല്ലെങ്കിൽ 11 മണി വരെ ഷൂട്ട് കാണും. അപ്പൊ അത് കഴിഞ്ഞ് ഞാനും അച്ഛനും കൂടെ തമ്പാനൂര് വന്ന് അവിടുന്ന് ബസ് കയറി, ഇപ്പൊ നേരത്തെ അവള് പറഞ്ഞു നടക്കും, ഞങ്ങള് അവിടുന്ന് ബസ് കയറിയാണ് ഈ നിലമ്പേൽ വന്നിറങ്ങി, അവിടുന്ന് പിന്നെ അടുത്ത വണ്ടി പിടിച്ചൊക്കെയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു പോക്കാണ്. പക്ഷെ ഇവർക്ക് അതൊന്നും മനസ്സിലാക്കണ്ട, അവർക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. ഇവർക്ക് പറഞ്ഞ സമയത്ത് അവിടെ എത്തിയിരിക്കണം. അങ്ങനെയുണ്ട് കേട്ടോ. അങ്ങനെ ഷാർപ്പ് 6:30 എന്ന് പറഞ്ഞാൽ 6:30 പച്ചക്ക് ഇവര് തെറി വിളിക്കും, പച്ചക്ക് തെറി വിളിക്കും. എന്നെ തെറി വിളിച്ചു, അച്ഛന് പറയും, അമ്മയ്ക്ക് പറയും, അങ്ങനെല്ലാം സംസാരിക്കും അവര്. അങ്ങനത്തുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എന്റെ ലൈഫിൽ എനിക്ക് ഞാൻ നേരിട്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ അവര് അതെന്താണെന്ന് അറിയത്തില്ല അവർക്ക്. ആ സമയത്ത് അവർക്ക് എന്താണ് പറയാൻ തോന്നുന്നത് അവർ പറയും. കാരണം ആദ്യമായിട്ട് വന്ന ആളാണ്, തിരിച്ച് പ്രതികരിക്കൂല. നിക്കണമെന്നുണ്ടെങ്കിൽ അവൻ കടിച്ചു പിടിച്ച് നിന്നോളും, എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, അവൻ കടിച്ചു പിടിച്ച് നിൽക്കും എന്നുള്ളൊരിതുണ്ട്. അതിന്റെ പേരിൽ എന്തും പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഇടയ്ക്കും അനുവിന് അങ്ങനത്തെ ഒരു അനുഭവം ഈ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഞാൻ സീരിയല് മൊത്തത്തിൽ നിർത്തി വെച്ച ഒരാളാണ്. എനിക്ക് സിക്കും ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ സീരിയൽ ചെയ്യുന്ന സമയത്തൊക്കെ ഒന്നത്തെ കാര്യം, ഇടയ്ക്ക് ഞാനൊരു 4-5 സീരിയൽ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ടൈമിൽ. ഈ പറഞ്ഞ സ്റ്റാർ മാജിക്, പിന്നെ അഭിമഹി, ഈ പറയുന്ന ഏഷ്യനിലൊരു സീരിയല്, ഫ്ലവേഴ്സിലൊരു സീരിയൽ, അങ്ങനെ. അപ്പോൾ ഓടി നടന്നാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഏഷ്യനെറ്റില് എല്ലാവരും കാണുന്നതാണ് അതൊക്കെ. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ സീൻ ചിലപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ എനിക്ക് ഫുൾ സീനായിരിക്കും, റെസ്റ്റ് ഒന്നുമില്ല. ഒരു സമയത്ത് ഉച്ചയായപ്പോൾ ഞാൻ അസോസിയേറ്റ് പയ്യൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു. ഡയറക്ടർ പറഞ്ഞു കഴിച്ചോളാം. ഞാൻ കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അനുവിന് കഴിച്ചു, അനു ഇനി ബ്രേക്ക് കഴിഞ്ഞിട്ടേ സീനുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ കഴിക്കാം. ഞാൻ പോയി ഇങ്ങനെ ഫുഡ് എടുത്ത് ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന, ആരെന്നൊന്നും പറയുന്നില്ല കേട്ടോ, കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരാൾ വന്നിട്ട്, ഡയറക്ടർ അനു അവിടെ എന്ന് ചോദിക്കുന്നത്. അനു ഫുഡ് കഴിക്കാം സാർ. വന്ന് നിന്നിട്ട് ഒരു ഭയങ്കര വലിയ തെറി, ഒരു വലിയ പുള്ളി
പുള്ളിക്കാരൻ ഒരു വലിയ തെറി പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നത് നീ എന്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണോ വന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കും. ഇപ്പോഴല്ല നടന്നത്, ഒരു 2-3 വർഷം മുന്നെയാണ്. എനിക്ക് അറിയത്തില്ല, കഴിച്ചുകൊണ്ട് നിന്നപ്പോ എനിക്ക് കണ്ണീര് മൊത്തം ഈ പാത്രത്തിനകത്താ, കഴിച്ചുകൊണ്ടിരുന്ന ഫുഡിനകത്താ. എന്നിട്ട് ഇത് കഴിഞ്ഞ ശേഷം ഈ പുള്ളിക്കാരൻ വന്നിട്ട് സോറി പറയാ, മോളെ സോറി ഏട്ടാ എനിക്ക് അപ്പോഴും ദേഷ്യം വന്ന് സോറി പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചല്ല, ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങനെ പറയാൻ പാടില്ല. ശരിക്കും ആ ഭക്ഷണത്തിൽ അനുവിന്റെ കണ്ണീരാണ് ആ ഭക്ഷണത്തിലേക്ക് വീണത്. പുള്ളിക്കാരന്റെ വൈഫും ഉണ്ട് അതിനകത്ത്, അഭിനയിക്കണ്ടോ? അതിനകത്തുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് ഈ സീരിയൽ എന്നിട്ട് അനു അത് നിർത്തിയിട്ട് നിർത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് പേയ്മെന്റും കുറവായിരുന്നു, ഞാൻ നിർത്തി. സീരിയൽ മൊത്തത്തിൽ ഞങ്ങൾ നിർത്തി. എനിക്ക് പറ്റൂലായിരുന്നു, തെറി കേൾക്കണം, കൊണ്ടാക്കത്തില്ല ഞാൻ. അപ്പൊ എനിക്ക് വാശിയായിരുന്നു, എനിക്ക് ട്രിവാൻഡ്രത്തൊരു വീട് വെക്കണം എന്നൊക്കെ എന്റെ വാശിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ട്രിവാൻഡ്രത്ത് വീട് വെച്ചതും കാറ് മേടിച്ചതും എല്ലാം. അപ്പൊ ഈ ഒരു വാശി കാരണമാണ് ഈ പറഞ്ഞ അനു നിർത്തിയല്ല സീരിയലില്. എന്നിട്ട് അല്ല ഈ ഡയറക്ടർ എന്നിട്ട് അനുവിന് പകരം വേറൊരാളെ എന്നെ വീണ്ടും വീണ്ടും വിളിച്ചു, ഡയറക്ടർ വിളിച്ചു ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി, കാരണം ആ ഒരു ക്യാരക്ടർ നല്ല പോസിറ്റീവ് ക്യാരക്ടർ ആയിരുന്നു, നായകന്റെ അനിയത്തി. അപ്പൊ അങ്ങനെ വരുമ്പോ അഭിനയിക്കുന്നുണ്ട്, പിന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് ആ ക്യാരക്ടർ. അപ്പൊ ഒരുപാട് പേര് നല്ല കാണുമ്പോഴും എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിട്ട് എന്നെ ഒരുപാട് തവണ വിളിച്ചു ഡയറക്ടർ. ഞാൻ പറഞ്ഞില്ല സാർ എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഡയറ്റ് ക്ലാഷ് ആവുന്നുണ്ട്. പൊതുവെ ലൊക്കേഷനിൽ മൊത്തത്തിൽ എല്ലാ ഈ ഫീൽഡിൽ ഞാൻ ഭയങ്കര ഡയറ്റ് ക്ലാഷ് ചെയ്യുന്നു പറയുന്നുണ്ട്. ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ ഭക്ഷണം ഒന്നും കഴിക്കാതെ ഉറങ്ങാതെ ഞാൻ ഈ നമ്മുടെ ട്രെയിനിൽ ഞാൻ തലകറങ്ങി വീണിട്ടുണ്ട്, പിടിച്ചു നിൽക്കാൻ പറ്റാതെ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിനാ ഇങ്ങനെ ഓടി കിടന്ന് മരിച്ചിങ്ങനെ ഞാൻ ജീവിക്കുന്നത്, എനിക്ക് ഏതെങ്കിലും 2 വർക്ക് മതി. അങ്ങനെ ഇരുന്നപ്പോഴാണ് സുരഭി സ്വാസ്തി എന്നുള്ളതും പിന്നെ വന്നത്. ഇപ്പൊ പിന്നെ സ്റ്റാർ മാജിക് മാത്രം ഇനാഗുറേഷൻ ഒക്കെ ഉണ്ട്, പുറത്ത് ഷോ ഉണ്ട്, ഇങ്ങനെ അങ്ങ് ചെയ്തു പോവാം, സീരിയൽ ചെയ്യണ്ടെന്ന് അങ്ങ് വിചാരിച്ചു. പക്ഷെ എന്നിട്ട് ആ ക്യാരക്ടറിന് വേണ്ടിട്ട് അത്രയും നാളും അനു ചെയ്തിരുന്നപ്പം ആ ക്യാരക്ടറിന്റെ ഉണ്ടായിരുന്ന ക്യാരക്ടറിനുള്ള റോളും കാര്യങ്ങളും ഇല്ലേ, അതിനെക്കാട്ടിലും വേറൊരു കുട്ടി ചെയ്തു. ആ കുട്ടിക്ക് കുറച്ചും കൂടെ അതിന്റെ ആ പ്രസൻസ് കൂട്ടി അല്ലേ? അത് എങ്ങനെ മനസ്സിലായി? അല്ല അത് നമുക്ക് കാണുമ്പോ അത് നമുക്കറിയാലോ, നായികക്കാലും പ്രസൻസ് കൂട്ടി. അപ്പൊ അതൊരു പക്ഷെ അദ്ദേഹം വാശിക്ക് ചെയ്തത് ഉറപ്പായിട്ടും നമുക്ക് മനസ്സിലാവും. എനിക്ക് പക്ഷെ ഒന്നും തോന്നിയില്ല ചേച്ചി അത് കണ്ടിട്ട്. കാരണം നല്ല റേറ്റിംഗ് ഉള്ള ഒരു സീരിയലായിരുന്നു, നല്ല ക്യാരക്ടറായിരുന്നു. ഒത്തിരി പേര് പറഞ്ഞു എന്തിനു മാറിയേ. ഏഷ്യനെറ്റ് ചാനൽ എന്ന് പറയുമ്പോൾ എല്ലാവരും കാണുന്ന ഒരു പ്രോഗ്രാമാ. അപ്പോ എന്തിനാ മാറിയെന്ന് പറഞ്ഞ് ഒത്തിരി പേര് എന്റെ അടുത്ത് വഴക്ക് പറഞ്ഞു, മാറണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ സാഹചര്യം അങ്ങനെയാണ്, എനിക്ക് ഞാൻ ആരും പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ ഇവിടെയാണ് പറയുന്നത്. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടാ, കാരണം നമുക്ക് അങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കേണ്ട, വല്ലരുടെ വായി കേൾക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഏത് ലൊക്കേഷനാണെങ്കിലും ആരെന്തും, നമ്മളെ ഡയറക്ടർ ആയിക്കോട്ടെ ക്യാമറമാൻ ആയിക്കോട്ടെ, ആരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും, സാർ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, അതെന്താ സാർ അങ്ങനെ പറയേണ്ട ആവശ്യം എന്ന് ഞാൻ പറയും. ഇപ്പോഴും എന്തെങ്കിലും പെട്ടെന്ന് പറഞ്ഞു ഞാൻ പറയും, ഉറപ്പായിട്ടും അങ്ങനെ ആയി വന്നതാണ്. അതാണ് ഈ തുടക്കക്കാരെ എല്ലാരും ചൂഷണം ചെയ്യാൻ കാരണം. അവർ അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളിപ്പം സാർ അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ, സാർ എന്നിട്ട് അങ്ങനെ ഇപ്പൊ പറഞ്ഞേ എന്ന് പറയുമ്പോ ഉടനെ എല്ലാം പറയുന്ന വെച്ചാൽ എനിക്ക് അഹങ്കാരമാണ്, ഇപ്പൊ ഭയങ്കര വലിയ ആർട്ടിസ്റ്റ് ആയെന്നുള്ളതാണ്, കയ്യിൽ പൈസ വന്നോണ്ടത്. ഒരിക്കലും അല്ല, കാരണം ഇപ്പോഴാണ് ഞാൻ പഠിച്ചത്. നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയല്ല അവര്, നമ്മൾക്ക് മുന്നേ മുകളിലുള്ള സീനിയറാണ്. പക്ഷെ വഴക്ക് പറയാം, എന്താ അഭിനയത്തിന്റെ കാര്യത്തില വഴക്ക് പറയാം, അഭിനയിച്ച ശരിയായില്ല നേരെ അഭിനയിക്കുന്നു പറഞ്ഞ് ചീത്തയല്ല വഴക്ക് പറയാം, കുറച്ചും കൂടെ നന്നാക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ മോശപ്പെട്ടവര് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. അത് നമ്മളവർക്ക് അതിനുള്ള ഫ്രീഡം കൊടുത്തിട്ടില്ല. അച്ഛനും അമ്മയ്ക്കൊക്കെ നമ്മൾ എന്ത് വേണമെങ്കിലും പറയാം. അതെ, ഇതൊക്കെ നമ്മൾ നേടിയെടുക്കുന്നത്, നിങ്ങളൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ നേടിയെടുക്കുന്നത് കുറെ നാളത്തെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഉറപ്പായിട്ടും ഈ തുടക്കക്കാർക്ക് ഇങ്ങനെ ഒരു ധൈര്യം കൊടുക്കാൻ പറ്റുന്നത് അതെങ്ങനെ നമ്മൾ അവർക്ക് കൊടുക്കും. എല്ലാവർക്കും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയായാലും ബോൾഡായിട്ട് നിൽക്കുക, പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുക, എസ് പറയേണ്ടടുത്ത് എസ് പറയാം, നോ പറയേണ്ടടുത്ത് നോ പറയാം. അതെ, നിങ്ങൾക്ക് കിട്ടുന്നത്, അതായത് നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിൽ കാണും ചിലപ്പോ എനിക്ക് അത് പോവുമോ, അത് നഷ്ടപ്പെടുവോ, ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെറുതെയാണ്. ഇതിൽ നിന്നും ഇപ്പം ഒരു സമയത്ത് നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുമ്പോഴായിരിക്കും കുട്ടി അതിൽ നിന്നും എന്താ പറയണ്ടേ വലിയൊരാളായി തീരുന്നത്, ഞാൻ വിചാരിച്ചിടത്തോളം. അതെ, പക്ഷെ അതാണ് എല്ലാവർക്കും ചിലപ്പോ ഒരുപക്ഷെ കുറെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർക്ക് ആ ഒരു ക്യാരക്ടർ കിട്ടിയത്. ഇനി ഇത് ചെയ്തോന്നുള്ളൊരു ഫിയർ കാരണം പലരും ചെയ്യുന്നതായിരിക്കാം. പുതിയ ആൾക്കാരിൽ മാത്രമല്ലേ ഇത് ഈ പറയുന്ന കാര്യം. ഇതിപ്പം ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന
നല്ല പ്രായമുള്ള അമ്മമാർക്കും ആ, അച്ഛന്മാരുടെ അടുത്തൊക്കെ ഇങ്ങനെയാണ് പെരുമാറിയിട്ടുള്ള ചില ആൾക്കാർ. അപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ബാക്കിലായിരിക്കും ഇവർ നിൽക്കുന്നത്. ഇവരൊന്നും അവർക്കൊന്നും അറിയില്ല ഡയലോഗോ ക്യാമറ എവിടെ വെച്ചിരിക്കുന്നെന്നോ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇൻഡസ്ട്രി കുറ്റം പറയുന്നില്ല, ചില ആൾക്കാരുടെ കാര്യമാണോ. മനസ്സിലായി. എല്ലാ സീരിയൽ ലൊക്കേഷനിലും എല്ലാ സിനിമ ലൊക്കേഷനിലും ഇങ്ങനെയില്ല. ഇങ്ങനെയല്ല. ചിലയിടത്ത് മാത്രം എടുത്തു പറയാണ് ഞാൻ, ചിലയിടത്ത് മാത്രം ഇങ്ങനെയുള്ളൂ, വളരെ ചിലയിടത്തൊക്കെ മാത്രം. അത് എല്ലാരും അങ്ങനെ പ്രതികരിക്കത്തില്ല. ചില ഡയറക്ടർമാർ, ചില ക്യാമറമാൻ, ചില ഈ പറയുന്ന കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ പ്രതികരിക്കാറുള്ളൂ. ഓക്കെ. അപ്പൊ അവരും ഈ പറയുന്ന പോലെ ജീവൻ പറഞ്ഞ പോലെ പല ഏജിലുള്ളവരും അവരും വരുമ്പോ. കൂടി ഇങ്ങനെ അല്ല വിഷമിക്കുക അവര് ചേച്ചി ഒന്ന് ആലോചിക്കുക, അവർ ഈ പ്രായത്തില് ഇവർ വീട്ടിൽ ഇരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ വരുന്നത് ഒരു മക്കള് 500 കാണും. രൂപ 400 രൂപയൊക്കെ ആയിരിക്കും അവർക്ക് കിട്ടുക. പക്ഷെ അവർക്ക് ഈ ടിവിയില് ഫ്രെയിമിൽ കാണിക്കുക, അല്ലെങ്കിൽ ബാക്കിലാണെങ്കിലും കാണുമല്ലോ, ചിലപ്പോ ഫോക്കസ് ഔട്ടിലായിരിക്കും, ഒന്നും കാണാൻ അവർക്ക് ഒരു പറ്റില്ല. വലിയ ഫാമിലിയിലുള്ള ഒരു അമ്മയായിരിക്കും ചിലപ്പോ വരിക. അപ്പൊ അവർക്കറിയില്ല ക്യാമറ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നോ എങ്ങനെ നിക്കണമെന്നോ ഒന്നും അറിയില്ല. പെട്ടെന്ന് വിളിച്ച് പറയും, അമ്മേ ഇങ്ങനൊരു സീരിയൽ ഉണ്ട്, അമ്മയ്ക്ക് അതിൽ ചെറിയൊരു ക്യാരക്ടർ ഉണ്ട്, ജസ്റ്റ് അവിടെ പോയി നിൽക്കാൻ, അമ്മയ്ക്ക് പോകാൻ പറ്റുമോ? അയ്യോ ഞാൻ പോവാം. അങ്ങനെ വീടും വിട്ട് വണ്ടി കയറിയോ മോൻ കൊണ്ടാക്കിയോ മോള് കൊണ്ടാക്കിയോ ചെയ്യുന്നതായിരിക്കാം. അപ്പൊ അവിടെ ചെന്നിട്ട് എന്താ പറയാ, വഴക്ക് പറയും, ഇങ്ങോട്ട് വന്ന് എന്തിനാ നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു അങ്ങനെ നിൽക്കില്ലെന്ന്, ഇങ്ങോട്ടല്ലേ പറഞ്ഞ, അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമില്ല. അതെ, എന്ത് വിഷമം തോന്നുന്നു ഒരു അപ്പൊ കാര്യം. അല്ല അങ്ങനെ ഞാൻ അവരുടെ പണ്ട് അവസ്ഥ ഒരുപാട് ആലോചിക്കുക. ചിരിച്ചോണ്ട് നിക്കേ ഉള്ളൂ അമ്മമാരെ എന്നാലും അച്ഛന്മാരെല്ലാരും. ഒന്നും പറയത്തില്ല. അയ്യോ കാരണം അവർക്ക് അടുത്തൊരു ക്യാരക്ടർ ചെയ്യണം, അതെ, അവർക്ക് എന്നാലേ അങ്ങനെ ചെയ്യണമെന്നുള്ള താല്പര്യം, ഭയങ്കര ആഗ്രഹമാണ് അവർക്ക്. അങ്ങനെ ഒരിക്കലും നമ്മൾ അതിനുവേണ്ടി അവിടെ നിൽക്കും. അവരുടെ താഴെ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ അനു പറഞ്ഞ ഈ സീരിയലിനകത്ത് തന്നെയും അനുവിനെ മാറ്റി വേറൊരു കുട്ടി വന്നു. പിന്നെ അതിനകത്ത് തന്നെ ഈ serial- നായകനും എന്നെ അതിനകത്ത് 3 മാറ്റിയിട്ടുണ്ട്. തവണ എന്നെ അല്ലാതെ ഒരു ഞാൻ പറയലേ, ഞാൻ സംസാരത്തിന്റെ പേരിൽ എന്നെ ഒരുപാട് സീരിയലിൽ നിന്ന് എന്നെ മാറ്റിയിട്ടുണ്ട്. അനു ഇതുപോലെ റിയാക്ട് ചെയ്തോണ്ട് റിയാക്ട് ചെയ്തുകൊണ്ടും മാത്രമല്ല, ഞാൻ ഇതുവരെ ഒരു ഇന്റർവ്യൂവിലും ഞാൻ പറയാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, മുമ്പ് ഒരിക്കലും റൈറ്റർ എന്നെ എഴുതാൻ വേണ്ടിയിട്ട് കൂടെ ഇരുന്ന് എഴുതാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എഴുതാൻ വേണ്ടി ഞാൻ ഭയങ്കര കാര്യം, പുള്ളിക്കാരൻ 2 പെൺമക്കളൊക്കെ ഉള്ളതാ. റൈറ്ററിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിനക്കറിയാല്ലേ. അപ്പം ഈ ഒരു ഫീൽഡിൽ എൻ്റെ അത് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ളത് പുള്ളിയാണ്. ശരിക്കും പറഞ്ഞാൽ ബിഹേവ് ചെയ്തിട്ടില്ല, സംസാരിച്ചത്. പക്ഷെ എനിക്കത് പറയാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരു ഫാമിലി ഉണ്ട്, ഒരു 2 പെൺമക്കളുണ്ട്. പിന്നെ കൊടുക്കേണ്ടത് ഫോണിൽ കൂടെ എൻ്റെ അച്ഛൻ കൊടുത്തിട്ടുണ്ട്, അത് മതി എന്ന് വിചാരിച്ചു. എന്നാലും അദ്ദേഹത്തിന്റെ റൈറ്റർ അല്ല, അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നതിന് അനുവിന്റെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ മോൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ഞാൻ പറയുന്നത് പോലെ വന്നിരുന്ന് എഴുതാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ എഴുതാൻ. അപ്പൊ ഞാൻ കോളേജിൽ പഠിക്കായിരുന്നു, 2nd ഇയറിൽ എന്തോ 3rd ഇയറിനോ. അപ്പൊ പറഞ്ഞു ശരി സാർ വരാം. അപ്പൊ പറഞ്ഞു ഓക്കെ മോളെ ഞാൻ പറയാട്ടോ. അപ്പൊ ഞാൻ അത് നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടാണ് എടുത്തത്. അത് കഴിഞ്ഞ് വീണ്ടും വിളിക്കുന്നു, അനു വരാൻ പറ്റുമോ, എന്താ പിന്നെ വിളിച്ചിട്ട് എടുക്കാത്തെ? അപ്പൊ ഞാൻ ഇതെല്ലാം വീട്ടിൽ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. അപ്പൊ പറയുക, അനു എന്താ വിചാരിച്ചത്, അനുവിനെ ഞാൻ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നതെന്നോ? ഞാൻ പറഞ്ഞു അല്ല സാർ, അങ്ങനെയല്ല, പിന്നെന്താ വരാത്തത്, അനു വരാൻ പറ്റുമോ ഇല്ലയോ? ഞാൻ പറഞ്ഞു ഇല്ല സാർ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഇപ്പൊ വരാൻ പറ്റില്ല. ശരി, ആ സീരിയൽ എന്നെ കട്ട് ചെയ്തു. ഒഴിവാക്കി. എനിക്ക് വിഷമമില്ല, കാരണം അടുത്ത സീരിയൽ എന്നെ വിളിച്ചു, ഞാൻ പോയി. അത് കഴിഞ്ഞ ശേഷം ഈ പുള്ളി വേറൊരു ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് എന്താണ്, ഏത് പൊസിഷനാണെന്ന് ഞാൻ പറയുന്നില്ല. ആ ചാനലില് മിക്ക സീരിയലിലും നായകന്റെ അനിയത്തി ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്നെ വിളിച്ചു, ക്യാരക്ടറിന് വേണ്ടി വിളിച്ചു. ഈ പറയുന്ന ഡ്രസ്സും കാര്യങ്ങളെല്ലാം ആയി, ഷൂട്ട് തുടങ്ങുന്നതിന് 2-3 ദിവസം ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് എൻ്റെ അച്ഛനും അമ്മയും അവരാണ് സംസാരിക്കുന്നത്, കൺട്രോളിനെ വിളിക്കും. അന്ന് എനിക്ക് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. വിളിച്ചിട്ട് ചോദിക്കും, ഷൂട്ട് നാളെയല്ലേ തുടങ്ങുന്നേ? അത് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം. വേറൊരു നമ്പറിൽ നിന്ന് വിളിക്കുമ്പോൾ അത് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്, ചാനലിൽ നിന്ന് പറഞ്ഞു റിജക്ട് ചെയ്യാനോ. ഞാൻ എന്താ കാര്യം പറഞ്ഞാൽ അറിയില്ല. അപ്പം ഞാൻ ഫോൺ വാങ്ങിച്ചിട്ട് പോയി, എന്താ ഏട്ടാ, ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, എന്തിനേട്ടാ മാറ്റിയത്, ഇതിന് വേണ്ടി ഒരുപാട് കോസ്റ്റ്യൂം സ്റ്റിച്ച് ചെയ്ത് വെച്ചു എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അയാൾ ആ സ്നേഹം കൊണ്ട് അയാൾ പറഞ്ഞു അതിന് ഇന്ന ആളാണ് പറഞ്ഞു മാറ്റി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണെന്ന്. അതുപോലെ ആ ചാനലിൽ പിന്നെ ഞാൻ ഒരു വർക്കും ഞാൻ പോയി ചെയ്തിട്ടില്ല, വിളിച്ചിട്ട് പോലും ചെയ്തിട്ടില്ല, ഒരു വർക്കും ചെയ്തില്ല. അയാളിപ്പോൾ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ വരുന്ന സീരിയലെല്ലാം ഈ പുള്ളി മനഃപൂർവ്വം എന്നെ റിജക്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. അന്ന് അയാൾ വിളിച്ചപ്പോ ചെന്നില്ല അതിന്റെ ആ ഒരു ഇതില്. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും അന്ന് ആ സീരിയലിൽ നിന്ന് നായകന്മാരും 2-3 പേര് ആ സീരിയലിന് വേണ്ടി മാറിയല്ലോ. ഒരുപക്ഷെ അവരും ഇത്തരത്തിൽ ഇപ്പൊ ജീവൻ പറയുന്ന പോലെ പെൺകുട്ടികൾ മാത്രല്ല, അവര് ആൺകുട്ടികളും ഇതുപോലെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കും ഒരു കഥാപാത്രം തുടങ്ങിയിട്ടും 2-3 പേരിങ്ങനെ മാറി മാറി അതിനകത്ത് വരുന്നത്. സീരിയലൊക്കെ ഇപ്പൊ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ സീരിയലിലെ നായികയാണെങ്കിലും നായകനാണെങ്കിലും എന്ത് ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന്
കുറ്റം സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെയാണെന്ന് വിചാരിക്കാൻ പാടില്ല. ഒന്നെങ്കിൽ അവരുടെ കയ്യിരിപ്പുണ്ടായിരിക്കും, ഈ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റിന്റെ കയ്യിരിപ്പുണ്ടായിരിക്കും പറഞ്ഞു വിടുക. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. എല്ലാം ഇങ്ങനത്തെ ഒന്നും ആയിരിക്കത്തില്ല. ഒന്നെങ്കിൽ അവരുടെ ഡേറ്റ് ക്ലാഷ് കാണണം, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും സ്വയം പറഞ്ഞായിരിക്കും ചെയ്യാൻ പറ്റത്തില്ല, ഡെലിവറി ആണ്, അതുകൊണ്ട് കല്യാണമായി പോകണം. അപ്പൊ അങ്ങനെ പോകുന്നവരും ഉണ്ട്. എല്ലാം ഇങ്ങനെയൊന്നും അല്ല, ചില ജെനുവിൻ കേസസ് ഉണ്ടാവാം, ചിലപ്പം മനഃപൂർവ്വം കൊന്നു കളയുന്നതും ഉണ്ട്. അല്ലേ? പണ്ട് മുതലേ സീരിയലിന്റെ ഒരു പാറ്റേൺ നമ്മൾ കാണുന്നതാണ്. അവരുമായിട്ട് എന്തെങ്കിലും വഴക്കായി സെറ്റ് ആവുന്ന ക്യാരക്ടറിനെ അവിടെ കൊല്ലുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞ് ദുബായിക്കോ അമേരിക്കയ്ക്കോ അങ്ങനെ പറഞ്ഞു വിടുക. ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മളിപ്പോ ടി എ ചോദിച്ചാൽ പേയ്മെന്റ് ഇട്ടിട്ടില്ലെങ്കിൽ പേയ്മെന്റ് ഒന്ന് താമസിച്ച് നമ്മൾ നോക്കിയിരിക്കുവായിരുന്നു പണ്ടൊക്കെ പേയ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. വളരെ കുറച്ച് പൈസയാ ആ പേയ്മെന്റ്. അത് ഒരു ഷെഡ്യൂളില് എനിക്കും കിട്ടാറുണ്ട്. ഒരു ഷെഡ്യൂളിൽ 2 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ 2 ഷെഡ്യൂളിൽ കിട്ടുന്ന അന്ന് ആ സമയത്ത് 1500 വെച്ച് 3000 രൂപയ്ക്ക്. ഈ 3000 രൂപയ്ക്ക് വേണ്ടി ഒരു മാസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അത് അങ്ങിട്ട് തന്നൂടെ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം ആരും അങ്ങനെ ഇപ്പൊ എന്നോട് ചെയ്യുന്നില്ല. അത് ഇന്നിപ്പോ നിങ്ങൾ പ്രൂവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു ലെവലിൽ എത്തി. അതെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടുന്നത് അല്ലേ? ഓക്കെ. എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളതാണ് ചേട്ടൻ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒരാളോട് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിലും ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു സമയം കാണും. ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയാൻ ആരെങ്കിലും ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ പോയി ഇരിക്കാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിലും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളതാണ്. കാരണം അത് കണക്കായിരുന്നു എൻ്റെ അടുത്ത് മാത്രമല്ല, സെറ്റിനകത്തുള്ള എല്ലാവരുടെ അടുത്തും ദിലീപേട്ടൻ അങ്ങനെ ആയിരുന്നു.